ഹായ് വെൽക്കം ടു എജുബി. നമ്മൾ ഈ ഒരു സെഷൻ തൊട്ട് നമ്മൾ പുതിയൊരു ടോപ്പിക്കിലേക്കാണ് പോകുന്നത്, HCF ആൻഡ് LCM. അപ്പോൾ ഈ ഒരു ടോപ്പിക്കിൽ നമുക്ക് എക്സാമിൽ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസിനെ കുറിച്ച് പറയുവാണെങ്കിൽ നമുക്ക് SSCയുടെ എക്സാംസ്, റെയിൽവേയുടെ എക്സാംസ് ഒക്കെ ആണെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് ഒരു ക്വസ്റ്റ്യൻ ആയിരിക്കും ചോദിക്കുന്നത്. പക്ഷെ അതേ സ്ഥലത്ത് നമ്മുടെ ബാങ്ക് പോലത്തെ എക്സാംസോ അല്ലെങ്കിൽ വേറെ ചില എക്സാംസ് ഒക്കെ ആണെങ്കിൽ നമുക്ക് ഈ ടോപ്പിക്കിൽ നിന്ന് ക്വസ്റ്റ്യൻസ് ആയിട്ടൊന്നും വരത്തില്ല. പക്ഷേ നമുക്ക് ഈ ടോപ്പിക് ആവശ്യമുണ്ട് വേറെ ചില ടോപ്പിക്സ് ഹാൻഡിൽ ചെയ്യാൻ വേണ്ടി. ഫോർ എക്സാമ്പിൾ നമുക്ക് ഫ്യൂച്ചറിൽ പഠിക്കാനുള്ള ഒരു ടോപ്പിക്കാണ് ടൈം ആൻഡ് വർക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ടൈം ആൻഡ് വർക്ക്, അതുപോലെ പൈപ്സ് ആൻഡ് സിസ്റ്റം, അതുപോലെ മെൻസ്ട്രേഷൻ, അല്ലെങ്കിൽ ഏരിയ ആൻഡ് വോളിയം, ഇതേപോലത്തെ ചാപ്റ്റേഴ്സ് ഒക്കെ വരുന്ന സമയത്ത് നമുക്ക് പലപ്പോഴും പല സ്ഥലങ്ങളിലും എന്ത് ചെയ്യേണ്ടി വരും, LCM എടുക്കേണ്ടി വരും, ചിലപ്പോൾ HCF എടുക്കേണ്ടി വരും. സോ അങ്ങനെയുള്ള ഒരു കൺസെപ്റ്റ്സ് ഒക്കെ തന്നെ നമുക്ക് അവിടെ വീണ്ടും നമുക്ക് ആവശ്യം വരും ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യാൻ വേണ്ടി. അപ്പോൾ ആ ഒരു ടോപ്പിക്സ് ഒക്കെ തന്നെ നമുക്ക് സോൾവ് ചെയ്യാൻ നമ്മൾ ഈ ടോപ്പിക് ഒരുപാട് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ നമുക്കറിയാം, ഇതിന് മുമ്പ് നമ്മൾ പല ടോപ്പിക്സും ചെയ്ത സമയത്ത് നമ്മളവിടെ LCMനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ LCM ഒരു വളരെ ഇമ്പോർട്ടൻറ്റ് കൺസെപ്റ്റ് ആണ്. അപ്പോൾ ആ ഒരു HCF LCMൽ വരുന്ന എന്തൊക്കെ കൺസെപ്റ്റുകളൊക്കെയാണ്, അതെങ്ങനെയാണ് യൂസ് ചെയ്യുന്നത്, എങ്ങനെയൊക്കെ കണ്ടുപിടിക്കാൻ എന്തൊക്കെ മെത്തേഡ്സ് ഉണ്ട്, ആൻഡ് അതിൻ്റെ ആപ്ലിക്കേഷൻ ക്വസ്റ്റ്യൻസ് ഒക്കെ എങ്ങനെയാണ് ചോദിക്കുന്നത് എന്നുള്ളതൊക്കെയാണ് നമ്മൾ ഇനി അങ്ങോട്ട് വരാൻ പോകുന്ന ഫ്യൂ സെഷൻസിൽ HCF LCMന്റെ ഈ ഒരു സെഷനിൽ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു HCF ആൻഡ് LCM, ഫസ്റ്റ് ഓഫ് ഓൾ അതിൻ്റെ ഒരു ഫുൾ ഫോമിലേക്ക് പോവുകയാണെങ്കിൽ, ആദ്യമേ നമ്മൾ HCFലേക്ക് പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് അറിയാം അതിൻ്റെ ഒരു ഫുൾ ഫോം എന്ന് പറയുന്നത് ഹയസ്റ്റ് കോമൺ ഫാക്ടർ ആണ് HCF എന്ന് പറയുന്നത്. ഓക്കെ, ഹയസ്റ്റ് കോമൺ ഫാക്ടർ. ഇനി HCFന്റെ തന്നെ ചില സമയത്തെങ്കിലും ക്വസ്റ്റ്യൻസിന്റെ അകത്ത് നമുക്ക് HCF എന്ന് പറയുന്നതിന് പകരം GCD എന്നും പറയാറുണ്ട്, അതും അറിഞ്ഞിരിക്കുക. ഓക്കെ, GCD എന്ന് പറഞ്ഞാൽ ഗ്രേറ്റസ്റ്റ് കോമൺ ഡിവൈസർ എന്നുള്ളതാണ് അതിന്റെ ഫുൾ ഫോം എന്ന് പറയുന്നത്. അപ്പോൾ GCD തരുമ്പോൾ ഒരു ഫുൾ ഫോം തരത്തില്ല, നമുക്ക് HCF തരുന്ന പോലെ തന്നെ GCD മാത്രമേ തരാറുള്ളൂ. അപ്പോൾ നമുക്ക് അതിന്റെ ഫുൾ ഫോം അറിയത്തില്ലെങ്കിൽ, ഓർ നമ്മൾ നേരത്തെ കണ്ടിട്ടില്ലെങ്കിൽ നമുക്കത് ഡിഫിക്കൽട്ട് ആയിരിക്കും, നമുക്ക് പെട്ടെന്ന് മനസ്സിലാവത്തില്ല എന്താ ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ എന്തിനെ കുറിച്ചാണ് പറയുന്നത്, അല്ലെങ്കിൽ എന്താ കണ്ടുപിടിക്കേണ്ടത് നമുക്ക് അവിടെ മനസ്സിലാവത്തില്ല. അപ്പോൾ GCD എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമില്ല, ഗ്രേറ്റസ്റ്റ് കോമൺ ഡിവൈസർ. നിങ്ങൾക്കറിയാം, നമുക്ക് പലപ്പോഴും ഫാക്ടറിനെ തന്നെ നമ്മൾ ഡിവൈസർ എന്നും പറയാറുണ്ട്. ഇപ്പൊ ഫാക്ടർ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഏതെങ്കിലും ഒരു നമ്പറിനെ റിമൈൻഡർ ഒന്നും വരാതെ ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന ഒരു നമ്പറിനെയാണ് ഫാക്ടർ എന്ന് പറയുന്നത്. ആൻഡ് ഇവിടെ GCD എന്ന് പറയുമ്പോൾ ഗ്രേറ്റസ്റ്റ് കോമൺ ഡിവൈസർ എന്ന് പറഞ്ഞാൽ, ഡിവൈസർ എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു നമ്പറിനെ ഡിവൈഡ് ചെയ്യുന്ന നമ്പറിനെയാണ് ഡിവൈസർ എന്ന് പറയുന്നത്. പക്ഷെ അതേ സ്ഥലത്ത് നമുക്ക് അതിനെ ഗ്രേറ്റസ്റ്റ് കോമൺ ഡിവൈസർ എന്ന് പറയുമ്പോൾ അവിടെ ഉദ്ദേശിക്കുന്നത് ആ ഒരു തരുന്ന 2, 3, 4 എത്ര നമ്പർ ആണെങ്കിലും ആ നമ്പറിനെയൊക്കെ കോമൺ ആയിട്ട് തന്നെ ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ നമ്പർ എന്നുള്ളത്, റിമൈൻഡർ ഒന്നും വരാതെ ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന നമ്പർ എന്നൊരു ആംഗിളിലാണ് ഗ്രേറ്റസ്റ്റ് കോമൺ ഡിവൈസർ എന്ന് അതിനെ പറയുന്നത്. ഇപ്പൊ രണ്ടും മീൻ ചെയ്യുന്ന ഒന്ന് തന്നെയാണ് എന്നുള്ളത് അറിഞ്ഞിരിക്കുക. പലപ്പോഴും നമുക്ക് എക്സാമിൽ HCF ഉപയോഗിക്കാതെ വേറെ വേർഡ്സ് ഉപയോഗിക്കാറുണ്ട് പെട്ടെന്ന് മനസ്സിലാകാതിരിക്കാൻ വേണ്ടി. ഇനി നമുക്ക് എന്താണ് ഈ ഫാക്ടർ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഫാക്ടേഴ്സ് ആർ ദ നമ്പർ ദാറ്റ് ഡിവൈഡ്സ് എ ഗിവൺ നമ്പർ വിത്തൗട്ട് ലീവിങ് എനി റിമൈൻഡർ, നമ്മളിപ്പം പറഞ്ഞ പോലെ. ഇനി നമുക്ക് ഇതിന്റെ ഈ ഒരു HCF എങ്ങനെ കണ്ടുപിടിക്കുന്നത്, അതിന്റെ ഒരു കൺസെപ്റ്റ് എങ്ങനെയാണെന്നുള്ളത് നമുക്കൊന്ന് ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കാം. അപ്പോൾ വിത്ത് ഒരു ചെറിയ എക്സാമ്പിൾ, ഓക്കെ, വളരെ ചെറിയ എക്സാമ്പിൾ വെച്ച് നമുക്കതൊന്ന് മനസ്സിലാക്കാം. അപ്പോൾ നമുക്കൊരു നമ്പർ എടുക്കാം. നമുക്ക് ലെറ്റ്സ് സേ നമുക്ക് 4 എന്ന് പറയുന്നൊരു നമ്പർ, അല്ല നമുക്ക് കുറച്ചുകൂടി വലിയ നമ്പർ എടുക്കാം, 12 എന്ന് പറയുന്ന നമ്പർ എടുക്കാം. ഇപ്പൊ 12 ആണെങ്കിൽ 12ന്റെ എന്തൊക്കെ ഫാക്ടേഴ്സ് ഉണ്ട് എന്നുള്ളത് നിങ്ങൾ ആലോചിക്കുക. 12ന് എന്തൊക്കെ ഫാക്ടേഴ്സ് ഉണ്ട്. അപ്പൊ 12ന്റെ ഫാക്ടേഴ്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നിങ്ങൾക്കറിയാം, ഏതൊരു നമ്പറിന്റെയും ആദ്യത്തെ ഫാക്ടറും ഏറ്റവും ചെറിയ ഫാക്ടർ എന്ന് പറയുന്നത് ഏതായിരിക്കും? 1 ആയിരിക്കും. ഏത് നമ്പറിലും കോമൺ ആയിട്ട് വരുന്ന ഫാക്ടർ എന്ന് പറയുന്നത് 1 ആണ്. ഏതൊരു നമ്പറിന്റെ ഏറ്റവും ചെറിയ ഫാക്ടർ എന്ന് പറയുന്നത് എന്താണ്? 1 ആണ്. അപ്പം 1 എപ്പോഴും എടുക്കുക, 1 മറന്നുപോലെ. ഇനി 1 കഴിഞ്ഞാൽ പിന്നുള്ള നമ്പേഴ്സ് എന്ന് പറയുന്നത്, ഇപ്പൊ 12നെ ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന, റിമൈൻഡർ ഒന്നും ഇല്ലാതെ ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന വേറെ നമ്പേഴ്സ് നോക്കുകയാണെങ്കിൽ 1 ഉണ്ട്, 2 ഉണ്ട്, 3 ഉണ്ട്, 4 ഉണ്ട്, 6 ഉണ്ട്, അതേപോലെ തന്നെ നമുക്ക് 12 ഉണ്ട്. അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ 12ന്റെ ഫാക്ടേഴ്സ് എന്ന് പറയുന്നത്. ഏതൊരു നമ്പറിന്റെ ഏറ്റവും വലിയ ഫാക്ടർ എന്തായിരിക്കും? ആ നമ്പർ തന്നെ ആയിരിക്കും ഏറ്റവും വലിയ ഫാക്ടർ എന്ന് പറയുന്നത്. ഇനി നമുക്ക് വേറെ ഒരു നമ്പർ എടുക്കുകയാണെങ്കിൽ, നമുക്ക് വേറെ ഒരു നമ്പർ 18 എടുക്കാം. ഇപ്പൊ 18 എടുത്തു കഴിഞ്ഞാൽ 18ന്റെ ഫാക്ടേഴ്സ് എന്തൊക്കെ വരും? 1 വരും, 2 വരും, 3 വരും, നമുക്ക് 6 വരും, 9 വരും, അതേപോലെ 18 വരും. ഇതൊക്കെയാണ് നമ്മുടെ ആ ഒരു 18ന്റെ ഫാക്ടേഴ്സ് എന്ന് പറയുന്നത്. അപ്പൊ നേരത്തെ പറഞ്ഞ പോലെ ഏറ്റവും ചെറിയ ഫാക്ടർ 1 ആണ്, ഏറ്റവും വലിയ ഫാക്ടർ എന്ത് തന്നെ ആയിരിക്കും? ആ നമ്പർ ഇറ്റ്സെൽഫ് ആയിരിക്കും ഏറ്റവും വലിയ ഫാക്ടർ എന്ന് പറഞ്ഞാൽ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? നമ്മൾ ഫാക്ടേഴ്സ് എല്ലാം എഴുതി വെച്ചിട്ടുണ്ട്. ഓക്കെ, നമ്മൾ ഫാക്ടേഴ്സ് എല്ലാം എഴുതി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് എന്താണ് വേണ്ടിയേ? ഈ രണ്ടിലും കോമൺ ഉള്ള, ഈ രണ്ടിലും കോമൺ ഉള്ള ഏറ്റവും വലിയ ഫാക്ടർ വേണം. നമ്മൾ ഏറ്റവും വലുത് എന്ന് പറയുമ്പോൾ നമ്മൾ എവിടെ നിന്നായിരിക്കും നോക്കുന്നത്? ബാക്കിൽ നിന്നായിരിക്കും നോക്കുന്നത്, ഏറ്റവും വലിയ നമ്പറിൽ നിന്നായിരിക്കും നോക്കി വരുന്നത്. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഈ ഇവിടെ നിന്ന് നമ്മൾ രണ്ടിലുമുള്ള വലിയ നമ്പറിൽ നമ്മളിങ്ങനെ നോക്കി വരുമ്പം നമുക്ക് രണ്ടിലും കോമൺ ആയിട്ട് കാണാൻ പറ്റുന്ന ഏറ്റവും വലിയ ഫാക്ടർ ഏതാണ്?
സിക്സ് ആണ്. നിങ്ങൾക്ക് സിക്സ് ആണ് രണ്ടിലും കോമൺ ആയിട്ടുള്ള ഏറ്റവും വലിയ നമ്പർ. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം, നമ്മൾ ഈ എടുത്ത ഈ രണ്ട് നമ്പേഴ്സിന്റെ HCF എന്ന് പറയുന്നത് ഹയസ്റ്റ് കോമൺ ഫാക്ടർ എന്ന് പറയുന്നത് നമുക്ക് എന്താന്ന് പറയാം, സിക്സ് ആണ് എന്ന് നമുക്ക് പറയാൻ പറ്റും. ഈ രണ്ട് നമ്പറിനെ ഒരേപോലെ റിമൈൻഡർ ഒന്നും വരാതെ ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന കോമൺ നമ്പർ ഏതാണ്, 6 ആണ് ആ നമ്പർ എന്ന് പറയുന്നത്. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് ചെറിയ ചെറിയ കാര്യങ്ങൾ എന്തൊക്കെയാന്ന് പറഞ്ഞാൽ, ഒന്ന് നിങ്ങളിപ്പം നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും, നമ്മളവിടെ എടുത്ത രണ്ട് നമ്പേഴ്സ് 12ഉം 18ഉം ആണ്. നമുക്ക് കിട്ടിയ ഫാക്ടർ എന്ന് പറയുന്നത് HCF എന്ന് പറയുന്നത് 6 എന്നാണ് കിട്ടിയത്. എന്ന് പറഞ്ഞാൽ നമ്മൾ എടുത്ത രണ്ട് നമ്പറിനേക്കാളും ചെറിയൊരു നമ്പറാണ് 6 എന്ന് പറയുന്നത്. ഇപ്പൊ യൂഷ്വലി നമ്മുടെ HCF എന്ന് പറയുന്നത് എപ്പോഴും നമ്മൾ എടുക്കുന്ന നമ്പേഴ്സിലെ ഏറ്റവും ചെറിയ നമ്പർ വരെ നമ്മുടെ ഫാക്ടർ വരത്തുള്ളൂ, അല്ലെങ്കിൽ നമുക്ക് എടുക്കുന്ന നമ്പേഴ്സിനേക്കാളും ചെറുതായിരിക്കും മിക്കവാറും കേസിൽ നമ്മുടെ HCF എന്ന് പറയുന്നത്. ഇനി അത് മാക്സിമം വലുതാകാം, എവിടെ വരെ വലുതാകാം എന്ന് ചോദിച്ചാൽ നമ്മൾ എടുക്കുന്ന നമ്പേഴ്സിലെ ഏറ്റവും ചെറിയ നമ്പർ വരെ എന്ത് ചെയ്യത്തുള്ളൂ, അത് വരത്തുള്ളൂ. അതിന്റെ മുകളിലേക്ക് ഒരിക്കലും പോകത്തില്ല. ഓക്കെ, അപ്പോൾ നമ്മൾ എപ്പോഴും HCF എടുത്തു കഴിഞ്ഞാൽ രണ്ട് നമ്പറോ രണ്ടിൽ കൂടുതൽ നമ്പർ ആയിക്കോട്ടെ, HCF എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും HCF എന്ന് പറയുന്നത് എന്തായിരിക്കും, നമുക്ക് എടുക്കുന്ന നമ്പേഴ്സിലെ ഏറ്റവും ചെറിയ നമ്പറിനേക്കാളും ചെറുതായിരിക്കും നമ്മുടെ HCF എന്ന് പറയുന്നത്. അതല്ലാതെ മാക്സിമം വലുതാകാമെങ്കിൽ എവിടെ വരെ വരാം, നമ്മുടെ എടുക്കുന്ന നമ്പേഴ്സിലെ ഏറ്റവും ചെറിയ നമ്പർ വരെ അത് വരത്തുള്ളൂ. അപ്പൊ നമ്മളത് വളരെ പെട്ടെന്ന് എങ്ങനെ കണ്ടുപിടിക്കുന്ന അല്ലെങ്കിൽ നോക്കുന്നതെന്ന് പറഞ്ഞാൽ സിമ്പിൾ ആണ്. നമ്മൾ ഈ എടുക്കുന്ന നമ്പേഴ്സിലെ ഏറ്റവും ചെറിയ നമ്പറിലേക്ക് പോകും. ഇപ്പൊ നമുക്ക് ഈ 12ഉം 18ഉം ഉണ്ടെങ്കിൽ നമ്മൾ അതിന്റെ ഏറ്റവും ചെറിയ നമ്പർ ഏതാ, 12 ആണ്. നമ്മൾ എന്ത് ചെയ്യും, 12 18ൽ പോകുന്നുണ്ടോ എന്ന് നോക്കും. 12 18ൽ പോകുന്നുണ്ടെങ്കിൽ നമ്മുടെ HCF എന്ത് തന്നെ ആയിരിക്കും, 12 തന്നെ ആയിരിക്കും. പക്ഷെ 12 ഏതിൽ ഡിവൈഡ് ആവത്തില്ല, 18ൽ ഡിവൈഡ് ആവത്തില്ല. അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, HCF എന്ന് പറയുന്നത് ചെറിയ നമ്പർ ആയതുകൊണ്ട് തന്നെ നമ്മൾ 12ന്റെ താഴേക്കുള്ള ഫാക്ടേഴ്സിലേക്ക് പോകും. അപ്പൊ 12 താഴേക്കുള്ള ഫാക്ടേഴ്സിലേക്ക് പോകുകയാണെങ്കിൽ അപ്പൊ അടുത്ത് നമ്മൾ പോകുന്നത് എങ്ങോട്ടായിരിക്കും, 6ലേക്കായിരിക്കും പോകുന്നത്. 12 കഴിഞ്ഞാൽ പിന്നെ തൊട്ട് താഴെ വരുന്ന ഫാക്ടർ ഏതാണ്, 6 ആണ്. അങ്ങനെയാണെങ്കിൽ ആ 6 എന്തായാലും 12ൽ പോകും. കാരണം നമ്മൾ ആ 6 എടുക്കുന്നത് 12ൽ നിന്നാണ് എടുക്കുന്നത്. പക്ഷെ ആ 6 എവിടെ പോകുമെന്ന് നോക്കുക, നമ്മുടെ നേരത്തെ 12 കൊണ്ട് ഡിവൈഡ് ചെയ്ത് ആ നമ്പറിൽ പോകുന്നുണ്ടോ എന്ന് നോക്കാം. അപ്പൊ 6 ഏതിലും പോകുന്നുണ്ട്, 18ലും പോകുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം, HCF 6 ആണെന്ന് പറയാം. ഇനി 6 പോയില്ലായിരുന്നെങ്കിൽ നമ്മൾ എന്ത് ചെയ്തേനെ, അതിന്റെ താഴോട്ടുള്ള നമ്പറിലേക്ക് പോയേനെ, നമ്മൾ 4ലേക്കും 3ലേക്കും 2ലേക്കും ഒക്കെ പോയേനെ. ഓക്കെ, അങ്ങനെയാണ് HCF വളരെ പെട്ടെന്ന് നമ്മൾ നോക്കുന്നത്. ക്ലിയർ അല്ലേ? അങ്ങനെയാണെങ്കിൽ അപ്പോൾ നിങ്ങൾക്ക് HCF ഏകദേശം ഒരു ക്ലിയർ ഐഡിയ കിട്ടിയെന്ന് വിശ്വസിക്കുന്നു. ഇനി അടുത്ത് നമുക്ക് ഇതേ രീതിയിൽ നമ്മുടെ LCM കൂടി നമുക്കൊന്ന് മനസ്സിലാക്കാം. അപ്പോൾ അടുത്ത് നമ്മൾ LCMലേക്ക് പോവുകയാണെങ്കിൽ, LCM എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ലീസ്റ്റ് ഏറ്റവും ചെറിയ ലീസ്റ്റ് കോമൺ മൾട്ടിപ്പിളിനെയാണ് എന്തെന്ന് പറയുന്നത്, LCM എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ലീസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ നമുക്കൊരു ചെറിയ എക്സാമ്പിൾ വെച്ചൊന്ന് മനസ്സിലാക്കാം. നമുക്ക് 4 എന്ന് പറഞ്ഞ ചെറിയ നമ്പർ എടുക്കാം. ഇനി 4ന്റെ എന്ത് വേണം, നമുക്ക് മൾട്ടിപ്പിൾസ് വേണം. എന്ന് പറഞ്ഞാൽ 4ന്റെ ടേബിൾ വേണം എന്നുള്ളതാണ് സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ഉദ്ദേശിക്കുന്നത്. അപ്പൊ 4ന്റെ മൾട്ടിപ്പിൾ എന്ന് പറയുമ്പോൾ ഏറ്റവും ചെറിയ മൾട്ടിപ്പിൾ ഏതായിരിക്കും, 4 തന്നെ ആയിരിക്കും. 4 × 1 ആണ് ഏറ്റവും ചെറുത് 4. ഇനി ബാക്കിയുള്ള മൾട്ടിപ്പിൾ നമ്മളൊന്ന് എഴുതുവാണെങ്കിൽ 4, 8, 12, 16, 20, 24 നമുക്ക് ഇങ്ങനെ എഴുതിക്കൊണ്ടേയിരിക്കാം. എവിടെ വരെ, ഇൻഫിനിറ്റി വരെ നമുക്ക് എഴുതിക്കൊണ്ടേയിരിക്കാം. ഓക്കെ, അതേപോലെ നമ്മൾ വേറൊരു നമ്പർ എടുക്കാം, വേറൊരു ചെറിയ നമ്പർ എടുക്കാം, 6. 6ന്റെ മൾട്ടിപ്പിൾസ് നമ്മളൊന്ന് എഴുതുവാണെങ്കിൽ 6 ഉണ്ട്, 12 ഉണ്ട്, ദെൻ 18 ഉണ്ട്, നമുക്കത് 24 ഉണ്ട്, 30 ഉണ്ട്. അങ്ങനെ നമുക്ക് വേണമെങ്കിൽ എഴുതിക്കൊണ്ടേയിരിക്കാം അപ് ടു ഇൻഫിനിറ്റി വരെ. ഇനി നമ്മൾ ഈ എഴുതിയേക്കുന്ന മൾട്ടിപ്പിൾസ് ചെക്ക് ചെയ്യുവാണെങ്കിൽ നമ്മൾ ഓൾറെഡി എന്ത് ചെയ്തു, മൾട്ടിപ്പിൾ ഒക്കെ നമ്മൾ എഴുതി വെച്ചു. ഓക്കെ, ഇനി നമുക്ക് എന്താ വേണ്ടിയത്, രണ്ടിലും കോമൺ ആയിട്ടുള്ള ഏറ്റവും ചെറിയ മൾട്ടിപ്പിൾ വേണം. അപ്പൊ ഏറ്റവും ചെറുതെന്ന് പറയുമ്പോൾ നമ്മൾ എവിടെ നിന്നായിരിക്കും നോക്കുന്നത്, മുമ്പിൽ നിന്നായിരിക്കും നോക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നമ്മൾ മുമ്പിൽ നിന്ന് നോക്കി പോകുമ്പോൾ നമുക്ക് രണ്ടിലും ഒരേപോലെ വരുന്ന ഏറ്റവും ചെറിയ മൾട്ടിപ്പിൾ ഏതാണ്, 12 ആണ് ഏറ്റവും ചെറിയ മൾട്ടിപ്പിൾ. ഓക്കെ, 12നേക്കാളും ചെറുത് വേറെ ഏതെങ്കിലും നമ്പർ ഉണ്ടോ നമ്മുടെ ഈ രണ്ട് നമ്പറിലും ഉള്ളത്, ഇല്ല. ഓക്കെ, അപ്പൊ ഏറ്റവും ചെറിയ മൾട്ടിപ്പിൾ എന്ന് പറയുന്നത് ഏതാണ്, 12 ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം, ഈ രണ്ട് നമ്പേഴ്സിന്റെയും LCM എന്ന് പറയുന്നത് എന്താണ്, 12 ആണ്. 12 ആണ് ആ രണ്ട് നമ്പേഴ്സിന്റെയും LCM എന്ന് പറയുന്നത്. ഇനി വീണ്ടും നമുക്ക് ഇതിന്റെ ഒരു കൺസെപ്റ്റിലേക്ക് ഒന്ന് പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും, നമുക്ക് കിട്ടിയ LCM എന്ന് പറയുന്നത് നമ്മൾ എടുത്ത ആ രണ്ട് നമ്പർ 4ഉം 6ഉം, ആ രണ്ട് നമ്പറിനേക്കാളും വലിയ നമ്പറാണ് LCM കിട്ടിയത്. അപ്പോൾ യൂഷ്വലി എപ്പോഴും വരുന്നൊരു കൺഫ്യൂഷൻ ആണ് ഒരുപാട് പേർക്കും, HCF LCM എടുത്തു കഴിഞ്ഞാൽ ഏതായിരിക്കും വലുത്. ഒരുപാട് പേർക്കും തോന്നുന്നത് HCF ആയിരിക്കും വലുതെന്നാണ് തോന്നുന്നത്. ബിക്കോസ് അവിടുത്തെ ആ ഒരു വേർഡ് എന്താ വരുന്നത്, HCF എന്ന് പറയുമ്പോൾ ഹയസ്റ്റ് എന്നൊരു വാക്കുണ്ട്. നമ്മുടെ LCM എന്ന് പറയുമ്പോൾ ലീസ്റ്റ് എന്നുള്ള വേർഡ് ഉണ്ട്. അപ്പൊ എല്ലാവരും ഫോക്കസ് കൊടുക്കുന്നത് ആ ഹയസ്റ്റും ലീസ്റ്റ് എന്നുള്ള വാക്കിനാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്.
അത് ഇമ്പോർട്ടൻ്റ് ആണ്. പക്ഷെ അതിനേക്കാളും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചില വാക്കുകൾ വേറെ ഉണ്ട് അതിൻ്റെ അർത്ഥം. ഈ ഹയസ്റ്റും ലീസ്റ്റ് എന്നുള്ള വാക്കിന് സെക്കൻഡറി ഇമ്പോർട്ടൻസേ ഉള്ളൂ. ശരിക്കും അതിൽ വരുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വേർഡ്സ് ഏതൊക്കെയാന്ന് പറഞ്ഞാൽ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. നമ്മൾ ഈ ഹൈലൈറ്റ് ചെയ്തേക്കുന്ന ഈ ഒരു വേർഡ് ഫാക്ടറും മൾട്ടിപ്പിളും. നമ്മുടെ HCF എന്ന് പറയുമ്പോൾ ഹയസ്റ്റ് കോമൺ ഫാക്ടർ ആണ്. ഓക്കെ, അതിന്റെ നമ്മുടെ മൾട്ടിപ്പിൾ എന്ന് പറയുമ്പോൾ എന്താണ്, LCM എന്ന് പറയുമ്പോൾ എന്താണ്, മൾട്ടിപ്പിൾ ആണ്. അപ്പൊ നിങ്ങൾക്കറിയാം ഫാക്ടർ എന്ന് പറഞ്ഞാൽ എപ്പോഴും ആ ഒരു നമ്പറുടെ ഫാക്ടേഴ്സ് എന്ന് പറയുമ്പം അത് മാക്സിമം എവിടെ വരെ വലുതാവത്തുള്ളൂ, ആ നമ്പർ വരെ വരത്തുള്ളൂ. ഓക്കെ, ഒന്നിൽ തുടങ്ങി ആ നമ്പർ വരെ ഒരു നമ്പറുടെ ഫാക്ടേഴ്സ് വരത്തുള്ളൂ. പക്ഷെ മൾട്ടിപ്പിൾ തുടങ്ങുന്നത് തന്നെ എവിടാണ്, ആ നമ്പറിൽ നിന്നാണ് തുടങ്ങുന്നത് തന്നെ. ഓക്കെ, സോ എപ്പോൾ നമ്മൾ HCF എടുത്താലും LCM എടുത്താലും അതിലെപ്പോഴും വലിയ വാല്യൂ ഏതായിരിക്കും, LCM ആയിരിക്കും. നിങ്ങൾ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് ഹയസ്റ്റിനും ലീസ്റ്റിനുള്ള വാക്കിനല്ല ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്. നിങ്ങൾ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് ഏതിനാണ്, ഫാക്ടറും മൾട്ടിപ്പിൾ എന്നുള്ള വേർഡിനാണ് നിങ്ങൾ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്. മൾട്ടിപ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് മൾട്ടിപ്ലൈ ആയിക്കൊണ്ടേയിരിക്കും, അതൊരു വലിയ നമ്പർ ആയിരിക്കും. ഓക്കെ, പക്ഷേ ഫാക്ടർ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, ചെറിയ നമ്പർ ആയിരിക്കും. മാക്സിമം ഏറ്റവും വലിയ ഫാക്ടർ എന്ന് പറഞ്ഞാൽ നമ്പർ വരെ വരത്തുള്ളൂ. പക്ഷെ LCM തുടങ്ങുന്ന തന്നെ ആ നമ്പറിലാണ്. നിങ്ങൾക്കറിയാം ഇപ്പൊ 4ന്റെ LCM സ്റ്റാർട്ട് ചെയ്യുന്ന തന്നെ, അല്ലെങ്കിൽ 4ന്റെ മൾട്ടിപ്പിൾ സ്റ്റാർട്ട് ചെയ്യുന്ന തന്നെ എവിടാണ്, 4 സ്റ്റാർട്ട് ചെയ്യുന്നത്. പക്ഷെ ഇപ്പൊ നമ്മുടെ 4ന്റെ ഫാക്ടേഴ്സ് എടുത്തു കഴിഞ്ഞാൽ ഏറ്റവും വലിയ ഫാക്ടർ ഏതേ വരത്തുള്ളൂ, 4 വരത്തുള്ളൂ. 4ന്റെ മേളിലോട്ട് ഒരു ഫാക്ടറേ വരത്തില്ല. ഓക്കെ, സോ എപ്പോഴും 2 കൂടുതൽ നമ്പേഴ്സ് എടുക്കുമ്പോൾ അതിന്റെ LCM എന്തായിരിക്കും, എപ്പോഴും വലുതായിരിക്കും. HCF എപ്പോഴും ചെറുതായിരിക്കും. ഓക്കെ, ഈ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഈ ഒരു ലോജിക് കാര്യം നമ്മളെല്ലാവരും അറിഞ്ഞിരിക്കണം. പലർക്കും കൺഫ്യൂഷൻ വരുന്ന ഒരു കാര്യമാണ്, പക്ഷെ അത് ക്ലിയർ ആയിട്ട് അറിഞ്ഞിരിക്കണം. അപ്പോൾ ഐ ഹോപ്പ് നിങ്ങൾക്ക് ആ ഒരു HCF LCMന്റെ ബേസിക് ആയിട്ട് ആ ഒരു എടുക്കുന്ന കൺസെപ്റ്റ് അല്ലെങ്കിൽ ആ ഒരു സംഭവം എന്താണ് എന്താ മീൻ ചെയ്യുന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഇവിടുന്ന് ക്ലിയർ ആണ് ആ ഒരു സംഭവം എങ്ങനെ എടുക്കുന്നതെന്നുള്ളത്. പിന്നെ നമ്മൾ LCM പെട്ടെന്ന് എടുക്കാൻ വേണ്ടി ചെയ്യുന്ന ഒരു കാര്യം എന്താന്ന് പറഞ്ഞാൽ, നമ്മൾ നേരത്തെ HCF പറഞ്ഞായിരുന്നു അല്ലേ, അതേപോലെ നമ്മളിപ്പം ഇവിടെ നോക്കുമ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ LCM എപ്പോഴും നമുക്ക് വലുതായിരിക്കും എന്നറിയാം. എന്ന് പറഞ്ഞാൽ നമുക്ക് അവിടെ എടുക്കുന്ന നമ്പേഴ്സിൽ ഏറ്റവും വലിയ നമ്പറിനേക്കാളും വലുതായിരിക്കും. അതല്ല മാക്സിമം ചെറുതാകാമെങ്കിൽ, നമ്മൾ നേരത്തെ എന്താ പറഞ്ഞാൽ മാക്സിമം വലുതാകാമെങ്കിൽ എന്ന് പറഞ്ഞാൽ, ഇവിടെ നമ്മൾ എന്താ പറയുന്നത്, മാക്സിമം ചെറുതാകാമെങ്കിൽ എവിടെ വരെ വരും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ആ എടുക്കുന്ന നമ്പേഴ്സിൽ ഏറ്റവും വലിയ നമ്പർ വരെ അത് വരത്തുള്ളൂ, അതിന്റെ താഴേക്ക് പോകത്തില്ല. എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് എടുക്കാൻ വേണ്ടി ഇപ്പൊ നമ്മൾ നോക്കുന്നത് എന്താന്ന് പറഞ്ഞാൽ, ഈ വലിയ നമ്പർ 6 ആയിരിക്കും നമ്മൾ എടുക്കുന്നത്. ആ 6ൽ 4 പോകുന്നുണ്ടോ എന്ന് നോക്കും. 6ൽ 4 പോകുന്നുണ്ടോ, പോകുന്നില്ല. അങ്ങനെ ആണെങ്കിൽ നമ്മൾ പിന്നെ എന്ത് ചെയ്യും, ആ 6ന്റെ മൾട്ടിപ്പിൾസ് എടുക്കും. 6ന്റെ അടുത്ത മൾട്ടിപ്പിൾ ഏതാ, 12. അങ്ങനെയാണെങ്കിൽ 12ൽ ഈ 4 പോകുന്നുണ്ടോ, പോകുന്നുണ്ട്. ഓക്കെ, അപ്പൊ അങ്ങനെയാണെങ്കിൽ നമ്മുടെ LCM എന്തായിരിക്കും, 12 ആയിരിക്കും. ഇങ്ങനെയാണ് പെട്ടെന്ന് നോക്കുന്നത്. ഇനി 12 പോയില്ലായിരുന്നെങ്കിൽ നമ്മൾ എന്ത് ചെയ്തേനെ, നമ്മൾ അടുത്ത 18ഉം 24ഉം അങ്ങനെയുള്ള നമ്പേഴ്സിലേക്ക് നമ്മൾ പോയേനെ. ക്ലിയർ? അപ്പൊ നമുക്ക് ഈ HCFും LCMും കണ്ടുപിടിക്കാൻ വേണ്ടിയുള്ള മെത്തേഡ്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, മെയിൻലി നമ്മുടെ HCF കണ്ടുപിടിക്കാൻ 3 മെത്തേഡ്സ് ആണ് യൂസ് ചെയ്യുന്നത്. ഒന്ന് ഡിവിഷൻ മെത്തേഡ്. നമ്മൾ LCM ആയാലും HCF ആയാലും രണ്ടിനും ഉപയോഗിക്കുന്ന ഒരു മെത്തേഡാണ് ഡിവിഷൻ മെത്തേഡ്. അപ്പോൾ ഡിവിഷൻ മെത്തേഡ് നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മൾ പണ്ട് സ്കൂൾ തൊട്ടേ ചെയ്യുന്ന ഒരു മെത്തേഡാണ്. വളരെ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു മെത്തേഡ് കൂടിയാണ് ഈ ഡിവിഷൻ മെത്തേഡ് എന്ന് പറയുന്നത്. ഇത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, എക്സാമിൽ ചോദിക്കുന്ന ഒരു ഏറ്റവും ഇമ്പോർട്ടൻറ്റ് മെത്തേഡാണ് പ്രൈം ഫാക്ടറൈസേഷൻ. അപ്പൊ കണ്ടുപിടിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന വേറൊരു മെത്തേഡാണ് പ്രൈം ഫാക്ടറൈസേഷൻ. അതിലും നമുക്ക് എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മെത്തേഡാണ് ഈ എന്താ പറയാ, നമ്മുടെ ഈ പ്രൈം ഫാക്ടറൈസേഷൻ എന്ന് പറയുന്ന മെത്തേഡ്. എക്സാമിൽ നമുക്ക് ഇതാണ് ചോദിക്കുന്നത്. പക്ഷെ വളരെ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന മെത്തേഡ് ഏതാണ്, ഡിവിഷൻ മെത്തേഡാണ്. വളരെ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു മെത്തേഡ് എന്ന് പറയുന്നത് നമ്മുടെ ഡിവിഷൻ മെത്തേഡാണ്. ഏറ്റവും കൂടുതൽ എക്സാമിൽ നമുക്ക് ചോദിക്കുന്നത് പ്രൈം ഫാക്ടറൈസേഷൻ മെത്തേഡാണ് ചോദിക്കുന്നത്. ആൻഡ് അവസാനത്തെ ലോങ് ഡിവിഷൻ മെത്തേഡ്, ആരും ഉപയോഗിക്കാത്ത ഒരു മെത്തേഡ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വേണമെങ്കിൽ പറയാൻ ലോങ് ഡിവിഷൻ മെത്തേഡാണ്. അപ്പോൾ ലോങ് ഡിവിഷൻ മെത്തേഡ് എന്തുകൊണ്ടാണ് ആരും ഉപയോഗിക്കാത്തതെന്ന് പറയാനുള്ള കാരണം എന്ന് കഴിഞ്ഞാൽ സിമ്പിൾ ആണ്. ആ ഡിവിഷൻ എങ്ങനെയാണ്, ലോങ് ആണ്. ഇപ്പോൾ ഒരുപാട് ലെന്തി ആയിട്ട് പോകുന്ന ഒരു ഡിവിഷനാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എക്സാമിൽ അത് ചെയ്യാന്ന് പറഞ്ഞാൽ അത്രയും നല്ല ഐഡിയ ആയിരിക്കത്തില്ല. അതുകൊണ്ട് തന്നെ ഒരുപാട് പേരും ഉപയോഗിക്കാത്ത ഒരു മെത്തേഡ് എന്ന് പറയുന്നത് ഈ ലോങ് ഡിവിഷൻ മെത്തേഡാണ്. വലുതായിട്ട് ആരും യൂസ് ചെയ്യാത്തത്. പക്ഷെ നമുക്ക് പലപ്പോഴും അത് എടുക്കേണ്ടി വരും. നമ്മൾ ഡെഫിനറ്റ്ലി അത് ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും ക്ലാസ്സിൽ. ഓക്കെ, പക്ഷെ നിങ്ങൾക്ക് ആ ഒരു മെത്തേഡ് അറിഞ്ഞിരിക്കുക. എപ്പോഴും ഒരിക്കലും ആ മെത്തേഡ് ഫസ്റ്റ് മെത്തേഡ് ആയിരിക്കില്ല. നമുക്ക് ഈ പറഞ്ഞ HCF കണ്ടുപിടിക്കണമെങ്കിൽ ഒരിക്കലും നമ്മൾ ഉപയോഗിക്കുന്ന ഫസ്റ്റ് മെത്തേഡ് എന്തായിരിക്കില്ല, ലോങ് ഡിവിഷൻ മെത്തേഡ് ആയിരിക്കില്ല. നമുക്ക് വേറെ ഒരു ഓപ്ഷൻസും ഇല്ല, കിട്ടാൻ നല്ല ബുദ്ധിമുട്ടാണ്. വേറെ വഴി ഒന്നും ഇല്ലെങ്കിൽ മാത്രമേ എന്ത് യൂസ് ചെയ്യാവൂ, ലോങ് ഡിവിഷൻ മെത്തേഡ് യൂസ് ചെയ്യാവൂ. ബിക്കോസ് അത് ഇറ്റ്സെൽഫ് ലോങ് ആണ്. എക്സാമിൽ ഇരുന്ന് ചെയ്യുന്ന ഒരു നല്ല അപ്രോച്ച് ആയിരിക്കത്തില്ല.
ഓക്കെ. പിന്നെ ലോങ് ഡിവിഷൻ മെത്തേഡിനെ ഷോർട്ട് ആയിട്ട് LDM എന്നും ചിലപ്പോൾ നമുക്ക് ക്വസ്റ്റ്യനിൽ എക്സാമിൽ പറയാറുണ്ട്. LDM, ലോങ് ഡിവിഷൻ മെത്തേഡ്. സോ ഈ ഒരു 3 മെത്തേഡ്സ് ആണ് നമുക്കിവിടെ ഈ മെയിൻലി വരുന്നത്, അല്ലെങ്കിൽ നമുക്ക് 3 മെത്തേഡ്സ് ആണ് വരുന്നത് HCF LCM കണ്ടുപിടിക്കാൻ വേണ്ടി. മെയിൻലി ഈ 3 മെത്തേഡ് യൂസ് ചെയ്യുന്നത് HCF കണ്ടുപിടിക്കാൻ വേണ്ടിയാണ് യൂസ് ചെയ്യുന്നതെന്നും നിങ്ങൾ അറിഞ്ഞിരിക്കുക. ഇനി നമുക്ക് ഇതൊക്കെ എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത്, എന്താണ് ഇതൊക്കെ എന്നുള്ളത് നമുക്കൊന്ന് മനസ്സിലാക്കാം. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമ്മുടെ ഫൈൻഡ് ദി HCF ആൻഡ് LCM ഓഫ് 8 and 12. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഏറ്റവും കൂടുതൽ കോമൺ ആയിട്ട് സ്കൂളിലായാലും ഇവിടെ ആയാലും ഉപയോഗിക്കുന്ന ആ ഒരു ഡിവിഷൻ മെത്തേഡും അതുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളും അതൊക്കെ നമുക്കൊന്ന് മനസ്സിലാക്കാം. അപ്പോൾ ആദ്യം തന്നെ നമ്മളിതിനെ സ്കൂളിൽ ഒരു വളരെ കൺവെൻഷണൽ ആംഗിളിൽ നമ്മളിതിനെ ഒന്ന് സോൾവ് ചെയ്യുകയാണെങ്കിൽ, നമ്മൾ സ്കൂളിൽ ചെയ്തിട്ടുള്ള തന്നെ ഡിവിഷൻ മെത്തേഡ് നമ്മളൊന്ന് എടുക്കുകയാണെങ്കിൽ 8 ഉണ്ട്, 12 ഉണ്ട്. നമ്മളോട് സ്കൂളിൽ പഠിപ്പിച്ചിട്ടുള്ളത് നമ്മൾ എപ്പോഴും ഈ പറയുന്ന LCM ആയാലും HCF ആയാലും എടുക്കാൻ നേരത്ത് ഈ തന്നേക്കുന്ന നമ്പറിൽ ഏറ്റവും രണ്ടിലും പോകുന്ന ഏറ്റവും ചെറിയ പ്രൈം നമ്പർ വെച്ച് സ്റ്റാർട്ട് ചെയ്യണമെന്നാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ 8ലും 12ലും പോകുന്ന രണ്ടിലും കോമൺ ആയിട്ട് പോകുന്ന ഏറ്റവും ചെറിയ പ്രൈം നമ്പർ ഏതാണ്? 2 ആണ്. സോ അങ്ങനെ നമ്മൾ 2 വെച്ച് സ്റ്റാർട്ട് ചെയ്താൽ നമുക്ക് ഇവിടെ 4 എന്ന് വരും, ഇവിടെ നമുക്ക് 6 എന്ന് വരും. 2 into 4 ആണ് 8, 2 into 6 ആണ് 12. ഇനി വീണ്ടും നമുക്ക് ഈ രണ്ടിലും കോമൺ ആയിട്ട് പോകുന്ന നമ്പർ ഏതാണ്? 2 ആണ്. അങ്ങനെയാണെങ്കിൽ വീണ്ടും 2 എടുക്കുകയാണെങ്കിൽ 2 into 2 ആണ് 4, 2 into 3 ആണ് 6 എന്ന് പറയുന്നത്. ഇനി നമുക്ക് ആ 2ലും 3ലും കോമൺ ആയിട്ട് പോകുന്ന ഏതെങ്കിലും നമ്പർ ഉണ്ടോ? 2ലും 3ലും ഇനി കോമൺ ആയിട്ട് പോകുന്ന വേറെ നമ്പർ ഒന്നും ഇല്ല. അങ്ങനെയാണെങ്കിൽ നമുക്ക് എവിടെ വരെയാണോ ഈ കോമൺ ആയിട്ട് ഡിവൈഡ് ആവുന്നത് അവിടെ വരെ വരുന്ന അല്ലെങ്കിൽ നമ്മൾ എടുത്തിട്ടുള്ള ആ ഒരു നമ്പേഴ്സ് അല്ലെങ്കിൽ ഫാക്ടേഴ്സ്, അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? HCF എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ 2 into 2 4 ആണ് നമ്മുടെ HCF എന്ന് പറയുന്നത്. ഇനി നമുക്ക് എന്ത് ചെയ്യണം? ഫർദർ ചെയ്യണം. നമ്മളോട് സ്കൂളിൽ പഠിപ്പിച്ചിട്ടുള്ളത് എങ്ങനെയാണ്? അവസാനം 1 and 1 വരുന്ന വരെ നമ്മൾ ചെയ്യണമെന്നാണ് പഠിപ്പിച്ചിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ ഇനി രണ്ടിലും കോമൺ ആയിട്ട് പോകാത്ത നമ്പേഴ്സ് ആയതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മൾ അവിടെ ഈ 2ഓ 3ഓ ഏതെങ്കിലും ഒന്ന് എടുക്കാം. സോ 2 എടുക്കുകയാണെങ്കിൽ നമുക്കിവിടെ 1 into 2 ആണ് 2, സോ നമുക്ക് അത് 1 ആവും. ഇനി വീണ്ടും നമുക്കിവിടെ 3 ഉണ്ട്, സോ 3 അതുപോലെ തന്നെ എഴുതുകയാണ്, ഡിവൈഡ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട്. സോ ഇനി അടുത്ത സ്റ്റെപ്പിൽ നമുക്ക് ആ 3 കൂടി എടുക്കുകയാണെങ്കിൽ നമുക്ക് ലാസ്റ്റ് 1,1 എന്നായിരിക്കും നമുക്ക് കിട്ടുന്നത്. 1,1. അപ്പോൾ നമ്മളോട് സ്കൂളിൽ പഠിച്ചിട്ടുള്ള പോലെ തന്നെ അവസാനം 1 and 1 വരുന്ന വരെ നമ്മൾ എടുക്കണമെന്നാണ് പഠിച്ചിട്ടുള്ളത്. ഇനി നമ്മൾ ഇവിടുന്ന് LCM എടുക്കുന്ന സമയത്ത് എന്ത് ചെയ്യണം? ഇവിടെ എടുത്തിട്ടുള്ള എല്ലാ നമ്പേഴ്സിനെയും നമ്മൾ എടുക്കണം. എന്ന് പറഞ്ഞാൽ ആ 2 into 2 എടുക്കണം, അത് കൂടാതെ തന്നെ പിന്നെ വന്നിട്ടുള്ള 2 into 3 എടുക്കണം. അങ്ങനെയാണെങ്കിൽ നമ്മുടെ LCM എന്ന് പറയുന്നത് 2 into 2 4, 4 into 2 8, 8 into 3 24 ആയിരിക്കും നമ്മുടെ LCM നമുക്ക് വരാൻ പോകുന്നത്. 24 ആണ് നമ്മളുടെ LCM എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? അപ്പൊ ഇങ്ങനെയായിരുന്നു നമ്മളെ പണ്ട് സ്കൂളിൽ പഠിപ്പിച്ചിട്ടുള്ളത് HCF LCM എടുക്കാൻ വേണ്ടി. ഇനി ഈ ഒരു മെത്തേഡിലുള്ള പ്രശ്നം എന്താന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു കോമ്പറ്റീവ് എക്സാം ആംഗിളിലേക്ക് വരുമ്പം നമുക്കിത് ഒരുപാട് ലെന്തി ആയിട്ടാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത്രയും ലെന്തി ആയിട്ട് നമ്മൾ ചെയ്യാൻ പാടില്ല. അപ്പോൾ നമ്മൾ എങ്ങനെയൊക്കെ ഇതിൽ മാറ്റങ്ങൾ കൊണ്ടുവരാം ഇവിടെ കോമ്പറ്റീവ് എക്സാമിലേക്ക് വരുമ്പോൾ നമുക്ക് എങ്ങനെ ഇതിനെ കുറച്ചുകൂടി ഷോർട്ട് ആക്കാം എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. സോ ഷോർട്ട് ആക്കാൻ വേണ്ടി ആദ്യം തന്നെ നമുക്ക് വീണ്ടും ഒന്നുകൂടി ഇതേ പ്രോസസ്സ് റിപ്പീറ്റ് ചെയ്യാം. 8ഉം 12ഉം നമ്മൾ സ്കൂളിൽ പഠിപ്പിച്ച ഏതൊക്കെ കാര്യങ്ങൾ നമുക്ക് മാറ്റിയെടുക്കണം എന്നുള്ളത് നമുക്ക് നോക്കാം. ഒന്ന്, നമ്മുടെ സ്കൂളിൽ പറഞ്ഞിട്ടുള്ളത് നമുക്ക് 2 നമ്പറിലും ഒരേപോലെ പോകുന്ന ഏറ്റവും ചെറിയ പ്രൈം നമ്പർ വെച്ച് സ്റ്റാർട്ട് ചെയ്യണം എന്നുള്ളതാണ് നമ്മൾ പഠിപ്പിച്ചിട്ടുള്ളത്. അപ്പം നമുക്ക് ആദ്യം തന്നെ അതൊന്ന് മാറ്റാം. നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഈ 2 നമ്പർ എത്ര നമ്പർ ആണെന്ന് വെച്ചാൽ അത്രയും നമ്പർ അതിൽ പോകുന്ന എല്ലാ നമ്പറിലും ഒരേപോലെ പോകുന്ന നിങ്ങൾക്ക് കണ്ടാൽ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ നമ്പറിനെ ആയിരിക്കണം നിങ്ങൾ ആദ്യമേ എടുക്കേണ്ടത്. നമ്മൾ നേരത്തെ എന്താ ചെയ്തുകൊണ്ടിരുന്നത്? ഏറ്റവും ചെറിയ നമ്പർ എടുത്തു, രണ്ടിലും ഒരേപോലെ പോകുന്ന പ്രൈം നമ്പർ എടുക്കണം എന്നൊക്കെയാണ് പഠിച്ചിട്ടുള്ളത്. പക്ഷെ ഇപ്പം നമ്മൾ എങ്ങനെ എടുക്കാൻ പോകുന്നത്? 2 നമ്പറിലോ അല്ലെങ്കിൽ എത്ര നമ്പർ എന്ന് വെച്ചാൽ അത്രയും നമ്പറിലും ഒരേപോലെ പോകുന്ന നിങ്ങൾക്ക് കണ്ടാൽ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്ന രണ്ടിലും ഒരേപോലെ പോകുന്ന ഏറ്റവും വലിയ നമ്പർ എടുക്കണം. അങ്ങനെയാണെങ്കിൽ 4ലും 12ലും ഒരേപോലെ പോകുന്ന നമുക്ക് കണ്ടാൽ മനസ്സിലാവുന്ന ഏറ്റവും വലിയ നമ്പർ ഏതാണ്? 4 ആണ്. അപ്പൊ നമ്മൾ അത് എടുക്കുമ്പോൾ തന്നെ നമുക്ക് എന്ത് വരും? നമുക്ക് ആദ്യം തന്നെ നമുക്ക് HCF ഫസ്റ്റ് ലൈനിൽ തന്നെ നമുക്ക് കിട്ടും. നമുക്ക് അങ്ങനെ എടുക്കാൻ പറ്റിയല്ല. അപ്പൊ എപ്പോഴും അത് എടുക്കാൻ പറ്റിയെന്ന് വരത്തില്ല, ബട്ട് സ്റ്റിൽ നമുക്ക് മോസ്റ്റ് ഓഫ് ദി കേസിലും പറ്റും. അങ്ങനെ ആണെങ്കിൽ നമുക്ക് ആദ്യത്തെ ലൈനിൽ തന്നെ എന്ത് കിട്ടും? HCF കിട്ടും. അത് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമുക്കിവിടെ താഴെ വരുന്ന 2 എന്നും പിന്നെ നമുക്കിവിടെ വരുന്ന 3 എന്നുമാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇനി 2ഉം 3ഉം ഒരു നമ്പറിലും പോകത്തില്ല എന്ന് നമുക്കറിയാം. അങ്ങനെ ആണെങ്കിൽ നമുക്ക് പണ്ട് സ്കൂളിൽ ചെയ്യുന്ന പോലെ അവസാനം 1 and 1 വരുന്നവരെ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്ക് ഇവിടെ വെച്ച് നിർത്താം. നമുക്കിവിടെ ഇനി 2 നമ്പറും ഏതെങ്കിലും ഒരു കോമൺ നമ്പറിൽ പോകുന്നില്ല. അങ്ങനെ ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? അവിടെ വെച്ച് നിർത്താം. അങ്ങനെ ആണെങ്കിൽ നമ്മൾ LCM എടുക്കാൻ എന്ത് ചെയ്യണം? നമ്മൾ LCM എടുക്കാൻ വേണ്ടി
ആ ഒരു ഓൾറെഡി നമ്മൾ HCF ആയിട്ട് എടുത്ത ആ 4നെ എടുക്കണം. അത് കൂടാതെ പിന്നെ എന്തുകൂടി ചെയ്യുക, ആ 2ഉം ആൻഡ് ആ 3 കൂടി എടുക്കുക. നമുക്ക് ആ താഴെ വന്നിരിക്കുന്ന 2ഉം 3ഉം എന്നിട്ട് എല്ലാം കൂടി മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ 2 × 3 6, 6 × 4 നോക്കിയേ, നമുക്ക് നേരത്തെ കിട്ടിയ അതേ ആൻസർ തന്നെയാണ് വരുന്നത്. 24 തന്നെയാണ് നമുക്ക് ആൻസർ വരുന്നത്. ക്ലിയർ അല്ലേ? അപ്പോൾ നോക്കിക്കേ, രണ്ടും തമ്മിലുള്ള ഒരു വ്യത്യാസം നോക്കിയാൽ നേരത്തെ നമ്മൾ എത്രമാത്രം ലെന്തി ആയിട്ടാണ് പോയത് ആൻഡ് ഇപ്പം എത്ര ഷോർട്ട് ആയിട്ടാണ് ഇതിനെ ചെയ്തേക്കുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഓക്കെ, സോ ഈ ഒരു രീതിയിലാണ് നമ്മൾ ഇവിടെ കോമ്പറ്റേറ്റീവ് എക്സാമിൽ വരുമ്പോൾ ഡിവിഷൻ മെത്തേഡ് യൂസ് ചെയ്താൽ പോലും നമ്മൾ അതിനെ ചെയ്യേണ്ട ഒരു അപ്രോച്ച് അല്ലെങ്കിൽ രീതി എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. ഇനി കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കൺസെപ്റ്റും കാര്യങ്ങളും നമുക്ക് ഇവിടെ നിന്ന് ഡിസ്കസ് ചെയ്യാം. ഒന്ന്, നമുക്ക് ഈ വന്ന 2ഉം 3ഉം ഓക്കെ, ഈ താഴെ വന്ന 2ഉം 3ഉം, ഈ 2ഉം 3ഉം എങ്ങനെയുള്ള നമ്പേഴ്സ് ആണ് നമ്മൾ ഓൾറെഡി നേരത്തെ പഠിച്ചിട്ടുണ്ട്. ഈ 2ഉം 3ഉം കോപ്രൈം നമ്പേഴ്സ് ആണ്. നിങ്ങൾക്കറിയാം, നമുക്ക് ഇനി അത് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന ഒരു നമ്പറും കോമൺ ആയിട്ട് ഇല്ലെന്ന് നമ്മൾ പറഞ്ഞു. അങ്ങനെ ഒരേപോലെ ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന കോമൺ ആയിട്ട് വരാത്ത ഒരു നമ്പറും ഇല്ലെങ്കിൽ അങ്ങനെയുള്ള നമ്പേഴ്സിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, കോ പ്രൈം നമ്പേഴ്സ് എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ അപ്പം ഇത് രണ്ടും ഇപ്പൊ 2ഉം 3ഉം പ്രൈം കൂടിയാണ്. പക്ഷെ നമുക്ക് അവിടെ പ്രൈം എന്നുള്ളതല്ല ഇമ്പോർട്ടന്റ്, നമുക്ക് ചിലപ്പം പ്രൈം അല്ലാത്ത നമ്പറും വരാം. നമുക്ക് അവിടെ വരുന്ന നമ്പേഴ്സ് എന്തായിരിക്കണം, കോ പ്രൈം ആയിരിക്കണം. അങ്ങനെയാണെങ്കിൽ ഇനി നമുക്ക് താഴോട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റത്തില്ല. ഓക്കെ, അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇങ്ങനെ പറയാം, അവസാനം ഈ വരുന്ന നമ്പേഴ്സ് എന്താണ്, കോ പ്രൈം നമ്പേഴ്സ് ആണ്. ഇനി വേറൊരു വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വേറൊരു കാര്യം എന്ന് പറയുന്നത്, നമ്മുടെ ഈ പറയുന്ന 2ഉം 3ഉം നമ്മുടെ ഒറിജിനൽ നമ്പേഴ്സിന്റെ റേഷ്യോ ആണ് എന്ന് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, എനിക്കിപ്പം നിങ്ങൾ ആലോചിച്ച് നോക്കിയാൽ എനിക്ക് ഇങ്ങനെ പറഞ്ഞൂടെ, മൈ ഒറിജിനൽ നമ്പേഴ്സ് ആർ ഇൻ ദ റേഷ്യോ ഓഫ് 2:3. എൻ്റെ ഒറിജിനൽ നമ്പറിന്റെ റേഷ്യോ 2ഉം 3ഉം ആണെന്ന് പറഞ്ഞൂടെ. ഇപ്പൊ 8ഉം 12 കൂടി ഞാൻ ക്യാൻസൽ ചെയ്ത് എടുക്കുകയാണെങ്കിൽ എനിക്ക് എന്ത് തന്നെ വരും, 2ഉം 3ഉം വരും. അപ്പൊ അങ്ങനെയാണെങ്കിൽ എനിക്ക് കിട്ടുന്ന ഈ 2ഉം 3ഉം എന്ന് പറയുന്നത് റേഷ്യോ ഓഫ് ഒറിജിനൽ നമ്പേഴ്സ് ആയിരിക്കും. ആ ഒരു 2ഉം 3ഉം എന്നത് റേഷ്യോ ഓഫ് ഒറിജിനൽ നമ്പേഴ്സ്. ഓക്കെ, അപ്പൊ ഇത് രണ്ടും വളരെ ഇമ്പോർട്ടന്റ് കൺസെപ്റ്റ് ആണ്. നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യുന്ന സമയത്ത് ഈ കൺസെപ്റ്റ് നിങ്ങളെ ഹെൽപ്പ് ചെയ്യും പെട്ടെന്ന് ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യാൻ വേണ്ടി. പിന്നെ വേറെ ഒരു ഇമ്പോർട്ടന്റ് കാര്യം നിങ്ങൾക്ക് കാണാൻ പറ്റും, നമ്മളിപ്പോൾ ഇവിടെ LCM എടുക്കുന്നത് നിങ്ങൾ കാണാം. ഇപ്പൊ LCM എടുക്കുന്ന സമയത്ത് ആദ്യം എന്താ എടുത്തേക്കുന്നത്, 4 അല്ലേ എടുത്തേക്കുന്നത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമ്മൾ ആദ്യമേ എടുത്തേക്കുന്നത് HCF ആണ് എടുത്തേക്കുന്നത്. പിന്നെ അതിനുശേഷം ഇൻറ്റു നമ്മൾ എടുത്തേക്കുന്നത് 2ഉം 3ഉം എന്ന് പറഞ്ഞാൽ 2ഉം 3ഉം എന്ന് പറഞ്ഞാൽ നമ്മൾ ഇപ്പം പറഞ്ഞ പോലെ ആ ഒരു റേഷ്യോസ് ആണ് എടുത്തേക്കുന്നത്. ആ റേഷ്യോസിന്റെയും പ്രൊഡക്റ്റ് ആണ് നമ്മൾ എടുത്തേക്കുന്നത്. അപ്പം പ്രൊഡക്റ്റ് ഓഫ് റേഷ്യോസ് ആണ്. അപ്പൊ പ്രൊഡക്റ്റ് ഓഫ് റേഷ്യോ ഓഫ് ഒറിജിനൽ നമ്പർ ആണ് നമ്മൾ ആ എടുത്തേക്കുന്നത്, ഒറിജിനൽ നമ്പർ. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇവിടെ നമുക്ക് മനസ്സിലാവുന്ന അടുത്തൊരു വളരെ ഇമ്പോർട്ടന്റ് കൺസെപ്റ്റ് എന്ന് പറയുന്നത്, എപ്പോഴും നമ്മൾ എത്രയെങ്കിലും രണ്ട് നമ്പേഴ്സിന്റെ LCM എടുക്കുകയാണെങ്കിൽ ഓക്കെ, 2 നമ്പേഴ്സിന്റെ കേസി മാത്രമേ പറ്റത്തുള്ളൂ, 2 നമ്പേഴ്സിന്റെ കേസി മാത്രമേ നമുക്ക് ഇത് പറ്റത്തുള്ളൂ. ഓക്കെ, അത് നോട്ട് ചെയ്യുക. അപ്പോൾ എപ്പോഴെങ്കിലും 2 നമ്പറേ ഉള്ളെങ്കിൽ ആ 2 നമ്പറുടെ കേസ് വരുന്ന സമയത്ത് നമുക്ക് എപ്പോഴെങ്കിലും LCM എടുക്കുകയാണെങ്കിൽ ആ LCM എന്ന് പറയുന്നത് അവിടെ എന്ത് കാണും, HCF കാണും. ഓക്കെ, അപ്പോൾ എപ്പോഴും LCM എന്ന് പറയുന്നത് എന്തിന്റെ പ്രൊഡക്റ്റ് ആയിരിക്കും, HCFന്റെ പ്രൊഡക്റ്റ് ആയിരിക്കും. HCFന്റെ ഒരു മൾട്ടിപ്പിൾ ആയിരിക്കും LCM എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ LCM കണ്ടുപിടിക്കാൻ വേണ്ടി എന്ത് ചെയ്താൽ മതി, 2 നമ്പറേ ഉള്ളെങ്കിൽ ആ നമ്പേഴ്സിന്റെ HCF എടുത്തിട്ട് പിന്നെ ഇൻറ്റു അവരുടെ ആ അവസാനം വരുന്ന റേഷ്യോസിന്റെ പ്രൊഡക്റ്റ് കൂടി എടുത്താൽ മതി. നമുക്ക് ആ 2 നമ്പർ ആണെങ്കിൽ ആ നമ്പറിന്റെ LCM നമുക്ക് വളരെ ഈസി ആയിട്ട് കിട്ടും. അതേപോലെ തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമുക്കിപ്പം ഈ പറഞ്ഞ 2 നമ്പേഴ്സ് നമ്മൾ ഈ പറഞ്ഞ 8ഉം 12ഉം കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്താൽ മതി, ആ 2 × 4 ചെയ്താൽ മതി. എന്ന് പറഞ്ഞാൽ ആ റേഷ്യോ ഇൻറ്റു HCF ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും, ഒറിജിനൽ നമ്പേഴ്സ് കിട്ടും. ഓക്കെ, നിങ്ങളുടെ ഒറിജിനൽ നമ്പർ കണ്ടുപിടിക്കാൻ ജസ്റ്റ് നമ്മൾ എന്ത് ചെയ്താൽ മതി, ആ HCF ഇൻറ്റു റേഷ്യോ ചെയ്താൽ മതി നമുക്ക് ഒറിജിനൽ നമ്പർ കണ്ടുപിടിക്കാൻ വേണ്ടി. അപ്പൊ ഇതൊക്കെ ഇവിടെ വരുന്ന കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കൺസെപ്റ്റുകളാണ്. ഇപ്പൊ ഇതിനെ നമുക്കൊരു ചെറിയ ആൽഫബറ്റ് വെച്ച് ചുമ്മാ ഒന്ന് എഴുതുവാണെങ്കിൽ നമുക്ക് ഇങ്ങനെ പറയാം, ഇപ്പൊ നമ്മൾ 2 നമ്പർ Aയും Bയും ആണെങ്കിൽ ആദ്യം നമ്മൾ പുറത്തെടുക്കുന്നത് എന്തായിരിക്കും, HCF ആയിരിക്കും നമ്മൾ പുറത്തെടുക്കുന്നത്. ഇപ്പൊ ഇവിടെ എടുത്തേക്കുന്ന പോലെ നമുക്ക് 2 നമ്പർ Aയും Bയും ഉണ്ടെങ്കിൽ ആദ്യം പുറത്ത് വരുന്നത് എന്തായിരിക്കും, HCF ആയിരിക്കും. അതിനുശേഷം നമുക്ക് താഴെ 2 നമ്പേഴ്സ് കിട്ടും. ആ നമ്പേഴ്സ് ഫെർദർ ഡിവൈഡ് ചെയ്യാൻ പറ്റാത്ത നമ്പേഴ്സ് ആയിരിക്കും. അപ്പോൾ ആ നമ്പേഴ്സ് എന്ന് പറയുന്നത് എന്തായിരിക്കും, നമ്മൾ ഇപ്പം പറഞ്ഞ പോലെ കോപ്രൈം നമ്പേഴ്സ് ആയിരിക്കും, ശരിക്കുള്ള നമ്പേഴ്സിന്റെ റേഷ്യോ ആയിരിക്കും. അപ്പൊ അങ്ങനെയാണെങ്കിൽ ആ ശരിക്കുള്ള നമ്പർ കണ്ടുപിടിക്കണമെങ്കിൽ ആ ശരിക്കുള്ള നമ്പർ A കണ്ടുപിടിക്കണമെങ്കിൽ എന്ത് ചെയ്താൽ മതി, ആ ഇവിടെ വന്ന റേഷ്യോ ഇൻറ്റു HCF ചെയ്താൽ പോരെ. നമ്മുടെ ഈ 4 × HCF അല്ലേ A എന്ന് പറയുന്നത്, ഈ 2 × 4 എന്ന് പറയുന്നതല്ലേ 8 എന്ന് പറയുന്നത്. അതേപോലെ B കണ്ടുപിടിക്കണമെങ്കിൽ എന്ത് ചെയ്താൽ മതി, അതേപോലെ നമ്മുടെ ആ താഴെ വരുന്ന റേഷ്യോ B ഇൻറ്റു HCF ചെയ്താൽ പോരെ നമുക്ക് ഈ പറയുന്ന B കണ്ടുപിടിക്കാൻ വേണ്ടി.
ഓക്കെ, അപ്പൊ ഇവിടെ വളരെ ചെറിയ ചെറിയ കാര്യങ്ങളാണ്, ഇതെല്ലാം അവിടെ ഓൾറെഡി ഉണ്ട്. നമ്മളതിനെ നോക്കുക, മനസ്സിലാക്കുക, ആൻഡ് ഈ കാര്യങ്ങളൊക്കെ അറിഞ്ഞിരുന്നാൽ ക്വസ്റ്റ്യൻസ് വളരെ പെട്ടെന്ന് സോൾവ് ചെയ്യാൻ പറ്റും. അതിനു വേണ്ടിയാണ് നമ്മൾ അത്രയും കാര്യങ്ങൾ വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള വളരെ ചെറിയ ചെറിയ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞപ്പോൾ ഇതെല്ലാം നോട്ട് ചെയ്ത് വെക്കുക. ഇതെല്ലാം ഉറപ്പായിട്ട് നമുക്ക് മുമ്പിലോട്ട് പോകുമ്പോൾ ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഉറപ്പായിട്ട് ആവശ്യം വരും. നിങ്ങൾക്ക് നല്ല യൂസ്ഫുൾ ആയിരിക്കും പെട്ടെന്ന് ക്വസ്റ്റ്യൻസിന്റെ ആൻസർ എടുക്കാൻ വേണ്ടി. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇനി ഈ HCF LCM എടുക്കുന്നത് നമുക്കൊന്ന് ഫെമിലിയർ ആവാം, കുറച്ച് കൂടി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊന്ന് മനസ്സിലാക്കാം. അപ്പൊ ആദ്യം ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്, ഫൈൻഡ് ദ HCF ഓഫ് 24, 48, 72 ആൻഡ് 100. അപ്പൊ നമുക്കിതിനെ ഈ പറയുന്ന പോലെ പ്രോപ്പർലി LCM ചെയ്തൊക്കെ നമ്മുടെ ഡിവിഷൻ മെത്തേഡൊക്കെ യൂസ് ചെയ്ത് നമുക്ക് വേണമെങ്കിൽ ആൻസർ കണ്ടുപിടിക്കാം. ഡിവിഷൻ മെത്തേഡ് യൂസ് ചെയ്ത് ആൻസർ കണ്ടുപിടിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ആ 24ഉം ആ 48ഉം അതുപോലെ തന്നെ 72ഉം അതുപോലെ 100ഉം ഒക്കെ ഇതേപോലെ എടുത്തിട്ട് നമുക്ക് വേണമെങ്കിൽ ചെയ്യാം. അപ്പൊ നമുക്ക് ഈ 4 നമ്പറിൽ ഒരേപോലെ പോകുന്ന നമ്പർ ഏതാന്ന് നോക്കിക്കഴിഞ്ഞാൽ 4 നമ്പറിൽ 4 ഒരേപോലെ പോകുന്ന നമ്പർ എന്ന് പറഞ്ഞാൽ 4 നമുക്ക് ഇത് എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ 6 എന്ന് വരും, ഇവിടെ 12 എന്ന് വരും, ഇവിടെ നമുക്ക് 18 എന്ന് വരും, ആൻഡ് ഇവിടെ നമുക്ക് 25 എന്ന് വരും. ഇനി നമ്മളിവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഈ 4 നമ്പറിൽ ഒരേപോലെ പോകുന്ന എന്തെങ്കിലും നമ്പർ ഉണ്ടോ? നമുക്ക് നോക്കിയാൽ കാണാം, ഇവിടെ 25 എന്ന് പറഞ്ഞാൽ 5 × 5 പക്ഷെ വേറെ ഒരു നമ്പറിലും 5 ഇല്ല. അങ്ങനെയാണെങ്കിൽ ഇനി 4 നമ്പറും ഒരേപോലെ പോകുന്ന ഒരു നമ്പറും ഇല്ല. അങ്ങനെയാണെങ്കിൽ നമ്മുടെ HCF എന്ന് പറയുന്നത് എന്താണ്? 4 ആണ്. ഇനി ഈ പറഞ്ഞ കാര്യം നമുക്ക് ഇങ്ങനെ എഴുതി ചെയ്യാതെ കുറച്ചുകൂടെ പെട്ടെന്ന് നോക്കാൻ എന്തെങ്കിലും വഴിയുണ്ടോ? വളരെ സിമ്പിൾ ആണ്. പെട്ടെന്ന് നോക്കാനുള്ള വഴി എന്ന് പറയുന്നത്, ഒന്ന് നമുക്കറിയാം ഈ HCF എന്ന് പറയുന്നത് ആൻസർ എവിടെ ആയിരിക്കും വരാൻ പോകുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞ ലോജിക്സ് ഒക്കെ ഒന്ന് യൂസ് ചെയ്യോ. നമ്മുടെ ഈ HCF എന്ന് പറഞ്ഞ ആൻസർ, നമ്മുടെ ഇവിടുത്തെ ഈ HCF എന്ന് പറഞ്ഞ ആൻസർ ഉറപ്പായിട്ടും ലെസ് ദാൻ എന്തായിരിക്കും? അവിടുത്തെ ഏറ്റവും ചെറിയ നമ്പറിനേക്കാളും ചെറുതായിരിക്കും നമ്മുടെ HCF എന്ന് പറയുന്നത്. സോ ആൻസർ എന്തായാലും 24ന്റെ താഴെ വരത്തുള്ളൂ. അത് ആദ്യമേ മൈൻഡിൽ കൊണ്ടുവരാം. ഇനി അടുത്തത് നമുക്ക് 24 ആണോ എന്നൊരു ഡൗട്ട് തോന്നും. 24 ആണോ എന്ന് അറിയാൻ എന്ത് ചെയ്താൽ മതി? 24 ബാക്കിയുള്ള എല്ലാ നമ്പറിലും പോകുന്നുണ്ടോ എന്ന് നോക്കിയാൽ മതി. അപ്പൊ 24 ഏതേ പോകുന്നില്ല? 100ൽ പോകുന്നില്ല. അപ്പൊ ഉറപ്പായിട്ടും എന്തല്ല? 24 അല്ല. 24 അല്ലെങ്കിൽ പിന്നെ നമ്മൾ എന്ത് ചെയ്യും? അതിന്റെ താഴോട്ടുള്ള നമ്പർ വെച്ച് ചെക്ക് ചെയ്യും. ഇനി 24 ഓൾറെഡി എഴുതി പോകുന്നുണ്ട്, 48ലും 72ലും പോകുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇനി എടുക്കുന്ന നമ്പേഴ്സിനെ ഒന്നും എഴുതി ചെക്ക് ചെയ്യേണ്ട, 48ലും 72ലും ചെക്ക് ചെയ്യേണ്ട. ബിക്കോസ് 24 ഈ നമ്പേഴ്സിൽ പോകുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും പിന്നെ എടുക്കാൻ പോകുന്ന ചെറിയ നമ്പേഴ്സ് ഏതിൽ പോകും? ആ നമ്പേഴ്സിൽ പോകും. അങ്ങനെയാണെങ്കിൽ 24 കഴിഞ്ഞാൽ പിന്നെ അടുത്ത നമ്മൾ എടുക്കാൻ പോകുന്ന ഫാക്ടർ ഏതായിരിക്കും? 12 ആയിരിക്കും. അപ്പൊ 12 100ൽ പോകുന്നുണ്ടോ? പോകുന്നില്ല. അങ്ങനെയാണെങ്കിൽ 12 പോകുന്നില്ലെങ്കിൽ പിന്നെ നമ്മൾ അടുത്ത എടുക്കുന്ന നമ്പർ ഏതായിരിക്കും? 8 ആയിരിക്കും. 8 100ൽ പോകുന്നുണ്ടോ? പോകുന്നില്ല. അടുത്ത 6 പോകുന്നുണ്ടോ? ഇല്ല. പിന്നെ ഏതാ ഉള്ളത്? 4. ഇപ്പൊ 4 പോകുന്നുണ്ടോ? 4 പോകുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? HCF ഇതേപോലെ 4 ആണ് എന്നുള്ളത് നമുക്ക് ഇവിടുന്ന് പറയാൻ പറ്റും. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് അങ്ങനെ ഇപ്പൊ നമ്മൾ പറഞ്ഞ രീതിയിൽ നോക്കണമെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെയൊക്കെ നോക്കാം. അല്ലെങ്കിൽ പിന്നെ നോക്കാനുള്ള ഒരു വഴിയാണ്, നമ്മൾ ആ തന്നിരിക്കുന്ന നമ്പേഴ്സിൽ ആ ഗ്രൂപ്പിന്റെ കൂടെ ഒട്ടും ചേരാത്ത ഒരു നമ്പർ ഏതാന്നുള്ളത് നോക്കാം. അപ്പൊ നമുക്ക് പെട്ടെന്ന് നോക്കുമ്പോൾ ആ ഗ്രൂപ്പിന്റെ കൂടെ ഒട്ടും ചേരാത്ത ഒരു നമ്പർ ഈ 100 ആണ്. ആൻഡ് 100 എന്ന് പറഞ്ഞാൽ നമുക്കൊരു കാര്യം അറിയാം, അതിന് നമ്മളൊന്ന് സ്പ്ലിറ്റ് ചെയ്യുവാണെങ്കിൽ ഈ 100 എന്ന് പറയുന്നത് എന്തായാലും ആൻസർ 100 വരത്തില്ല, നിങ്ങൾക്ക് അറിയാം. പിന്നെ ഈ 100നെ ഒന്ന് സ്പ്ലിറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്കറിയാം ഈ 100 എന്ന് പറഞ്ഞാൽ 25 × 4 ആ. ഇനി ആൻസർ എന്തും വരത്തില്ല, 25 വരത്തില്ല. ബിക്കോസ് ആൻസർ 24നേക്കാളും താഴെ ആയിരിക്കും നമുക്കറിയാം. അപ്പോൾ 25 വരത്തില്ലെങ്കിൽ പിന്നൊരു പോസിബിലിറ്റി ഉണ്ട്, 5 വരാനുള്ള ഒരു പോസിബിലിറ്റി ഉണ്ട്. എന്താണ് 5 എന്ന് പറഞ്ഞാൽ 25 എന്ന് പറഞ്ഞാൽ 5 × 5 ആ. അങ്ങനെയാണെങ്കിൽ 5 ആണോ? അല്ല. ബിക്കോസ് ഈ 5 ഏതിൽ പോകത്തില്ല, ഇവിടെയുള്ള ബാക്കി നമ്പേഴ്സിൽ 5 പോകത്തില്ല. ഏതെങ്കിലും ഒരെണ്ണത്തിലെങ്കിലും പോയില്ലെങ്കിൽ അതെന്തായാലും HCF ആയിരിക്കത്തില്ല. അങ്ങനെയാണെങ്കിൽ 5ഉം അല്ല എന്ന് നമുക്ക് ഉറപ്പിക്കാം. അങ്ങനെയാണെങ്കിൽ പിന്നുള്ള ഒരേ ഒരു പോസിബിലിറ്റി ഏതേ ഉള്ളൂ? 4 ആയിരിക്കും. അപ്പൊ 4 പോകുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്ത് നോക്കുക. അപ്പൊ 4 നോക്കി കഴിഞ്ഞാൽ 4 എല്ലാത്തിലും പോകുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ HCF എന്തായിരിക്കും? 4 ആയിരിക്കും നമ്മുടെ HCF എന്ന് പറയുന്നത്. ഇനി 4 പോയില്ലായിരുന്നെങ്കിൽ നമ്മൾ എന്ത് ചെയ്തേനെ? നമ്മൾ 2 വെച്ച് നോക്കിയേനെ. 2ഉം പോയില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്തേനെ? 1 HCF ആയിട്ട് നമ്മൾ എടുത്തേനെ. ഓക്കെ, അപ്പൊ ഈ ഒരു രീതിയിലാണ് നമ്മൾ ആ ക്വസ്റ്റ്യൻസിനെ അപ്രോച്ച് ചെയ്യുന്നത്. സോ HCF എന്ത് വരും? 4 എന്ന് വരും. അപ്പൊ ഓൾറെഡി നിങ്ങൾക്ക് അറിയാം, ജസ്റ്റ് ആ ഒരു കൺസെപ്റ്റ് ക്ലിയർ ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ കുറച്ച് ഡിഫറെന്റ് രീതിയിൽ അതിനെ എങ്ങനെയൊക്കെ നോക്കാം എന്നുള്ള രീതിയിൽ നമ്മൾ അതിനെ പറഞ്ഞു പോകുന്നത്. ഇനി അടുത്തൊരു ക്വസ്റ്റൻ ഉണ്ട്, ഫൈൻഡ് ദി HCF ആൻഡ് LCM ഓഫ് 20, 22, 24, 25. അപ്പൊ ഇതിന്റെ HCF കണ്ടുപിടിക്കണം, LCM കണ്ടുപിടിക്കണം. അപ്പൊ അങ്ങനെയാണെങ്കിൽ ആദ്യമേ നമുക്ക് HCF ഒന്ന് നോക്കി കണ്ടുപിടിക്കാം. അപ്പോൾ പെട്ടെന്ന് നോക്കാൻ വേണ്ടി നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം, നിങ്ങൾക്ക് ഇപ്പം കുറച്ചുപേർക്കെങ്കിലും ആൻസർ കിട്ടിക്കാണും. നമുക്കവിടെ പെട്ടെന്ന് നോക്കാൻ പറ്റുന്ന ഒരു നമ്പർ ഏതാണ്? 25 അല്ലെ. 25 എന്ന് പറഞ്ഞാൽ ഏതിന്റെ സ്ക്വയറാ? 5ന്റെ സ്ക്വയറാ. അങ്ങനെയാണെങ്കിൽ ഈ പറയുന്ന 5 എല്ലാത്തിലും പോകുന്നുണ്ടെങ്കിൽ നമ്മുടെ HCF എന്തായിരിക്കും? 5 ആയിരിക്കും. അതല്ല പോകുന്നില്ലെങ്കിൽ പിന്നെ എന്ത് മാത്രമേ ആൻസർ വരത്തുള്ളൂ? 1 മാത്രമേ വരത്തുള്ളൂ. എന്നാൽ 25 എന്ന് പറഞ്ഞാൽ അവിടെ 5ഉം 1ഉം മാത്രമേ ഉള്ളൂ ഫാക്ടർ ആയിട്ട്. അങ്ങനെയാണെങ്കിൽ
നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ 5 20-ൽ പോകും, പക്ഷെ 22-ലും 24-ലും 5 പോകുമോ? പോകത്തില്ല. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? ഓക്കെ, 5 അല്ലെന്ന് പറയാൻ പറ്റും. അപ്പൊ 5 അല്ലെങ്കിൽ പിന്നെ ഏതാണ് ആൻസർ? 1 ആണ് ആൻസർ. അങ്ങനെയാണെങ്കിൽ HCF 1 ആണ്. നോക്കി, വളരെ പെട്ടെന്ന് കണ്ടുപിടിച്ചില്ലേ? അപ്പൊ ഈ ഒരു രീതിയിലാണ് നമ്പേഴ്സിനെ ഒബ്സർവ് ചെയ്തുകൊണ്ട് നമ്മൾ വളരെ പെട്ടെന്ന് ഈ HCF LCM എടുക്കുന്നത്. ഇനി LCM എടുക്കാൻ വേണ്ടി നമുക്ക് എന്ത് ചെയ്യാം? നമുക്കൊന്ന് ചെയ്ത് തന്നെ കണ്ടുപിടിക്കാം. ബിക്കോസ് നമുക്ക് വലിയ വലിയ നമ്പേഴ്സ് ആണ്, ഒന്ന് ചെയ്ത് തന്നെ കണ്ടുപിടിക്കേണ്ടി വരും. അങ്ങനെയാണെങ്കിൽ നമുക്ക് ആ 20 എടുക്കാം, 22 എടുക്കാം, 24 എടുക്കാം ആൻഡ് 25 എടുക്കാം. അപ്പൊ നമുക്ക് ഓൾറെഡി അറിയാം ഇവിടെ പ്രത്യേകിച്ച് HCF ഒന്നും ഇല്ല എന്ന് പറഞ്ഞാൽ എല്ലാ നമ്പറിലും ഒരേപോലെ പോകുന്ന നമ്പർ ഒന്നും ഇല്ലെന്നറിയാം. അങ്ങനെയാണെങ്കിൽ പിന്നെ നമ്മൾ എന്ത് ചെയ്തേ വരത്തുള്ളൂ? ഏറ്റവും കൂടുതൽ നമ്പേഴ്സിൽ ഒരേപോലെ പോകുന്ന നമ്പർ ഏതൊക്കെയാണെന്ന് നോക്കിയിട്ട് എടുക്കുക. ഓക്കെ, അപ്പൊ അങ്ങനെയാണെങ്കിൽ എന്തായാലും HCF 1 ആണ് നമുക്ക് ആയി. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് ആദ്യം എടുക്കാൻ പറ്റുന്ന നമ്പർ 2 ആണ്. ആൻഡ് 4 എടുക്കല്ല, ബിക്കോസ് 4 20-ൽ പോവും, 24-ൽ പോവും, പക്ഷെ ഏതിൽ പോകത്തില്ല? 22-ൽ പോകത്തില്ല. അപ്പൊ ഓൾറെഡി 2-ൽ പോകുന്ന ഒരു നമ്പർ അവിടെ കിടക്കുന്ന സമയത്ത് നമ്മൾ ഒരിക്കലും എന്ത് എടുക്കാൻ പറ്റത്തില്ല? 4 എടുക്കാൻ പറ്റത്തില്ല. ഓക്കെ, നമ്മുടെ 2-ൽ പോകുന്ന ഒരു നമ്പർ ഓൾറെഡി അവിടെ ഉണ്ട്, അതുകൊണ്ട്. ഓക്കെ, അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ പറയുന്ന 2 കൊണ്ട് എടുത്താൽ നമുക്ക് ഇവിടെ 10 എന്ന് വരും, ഇവിടെ 11 വരും, ഇവിടെ 12 വരും ആൻഡ് ഇവിടെ 25 വരും. ഓക്കെ, അപ്പൊ ആരെങ്കിലും ഇപ്പൊ ഇവിടെ 4 എടുത്ത് ചെയ്തിട്ട് നിങ്ങൾക്ക് ആൻസർ കിട്ടിയിട്ടുണ്ടെങ്കിൽ അതൊരു ലക്കാണ്. അതെന്താന്ന് പറഞ്ഞാൽ താഴോട്ട് പോയപ്പം ആ 4 എടുത്തപ്പോൾ ഉണ്ടായ എറർ താഴോട്ട് പോയപ്പോൾ അതങ്ങ് അഡ്ജസ്റ്റ് ആയി. ഓക്കെ, അതുകൊണ്ടാണ് ആ ഇഷ്യൂ വരാതെ നിങ്ങൾക്ക് ചിലപ്പം കറക്റ്റ് ആൻസർ കിട്ടിയിട്ടുള്ളത്. പക്ഷെ എപ്പോഴും ആ ലക്ക് വർക്കൗട്ട് ആവത്തില്ല. എനിക്ക് കുറച്ച് പേർക്കെങ്കിലും മേ ബി നിങ്ങൾ ചെയ്യുന്ന നോക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ചിലപ്പം തോന്നും ഞാനത് 4 എടുത്ത് ചെയ്തിട്ട് എനിക്ക് ആൻസർ വന്നല്ലോ, അപ്പോൾ ആൻസർ കിട്ടുമല്ലോ, 2 എടുക്കണമെന്ന് നിർബന്ധമൊന്നും ഇല്ലല്ലോ എന്ന് തോന്നും. ഓക്കെ, അങ്ങനല്ല. നിങ്ങൾ അവിടെ 4 എടുത്തപ്പോൾ ഒരു തെറ്റ് വന്നു, പക്ഷെ ആ തെറ്റ് താഴോട്ട് പോയപ്പോൾ അത് തന്നെ അഡ്ജസ്റ്റ് ആയി. ഓക്കെ, അവിടെ വേറെ സ്ഥലത്ത് വരുമ്പോൾ നിങ്ങൾ 2 എടുക്കുമ്പോഴത്തേക്കും ആ എറർ അവിടെ തന്നെ ശരിയാവുന്നുണ്ട്. അതുകൊണ്ട് അതൊരു ലക്കായിട്ട് നടന്നുകൊണ്ട് മാത്രമാണ് നിങ്ങൾക്ക് അവിടെ ആൻസർ കറക്റ്റായിട്ട് കിട്ടിയ ആരെങ്കിലും ചെയ്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ. ഓക്കെ, പക്ഷെ അറിഞ്ഞിരിക്കുക, ഇതേപോലെ എപ്പോഴും ആ ലക്ക് വർക്കൗട്ട് ആവത്തില്ല. എല്ലാ നമ്പേഴ്സിലും പല സ്ഥലത്തും അത് തെറ്റും. ഓക്കെ, അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇനിയും കണ്ടിന്യൂ ചെയ്യാം. അപ്പൊ വീണ്ടും നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെയും 5-ൽ പോകുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് അത് 2 5-ൽ എടുക്കാം. സോ ഇവിടെ 5 എടുത്താൽ നമുക്ക് ഇവിടെ 2 വരും, ഇവിടെ 11 വരും, ഇവിടെ 12 വരും ആൻഡ് ഇവിടെ 5 വരും. ഇനി വീണ്ടും ഇവിടെയും 2-ൽ പോകുന്നുണ്ട്. അപ്പൊ നേരത്തെ ഇവിടെ 4 എടുത്തവർക്ക് എവിടാണ് ആ എറർ അഡ്ജസ്റ്റ് ആയെന്ന് പറഞ്ഞാൽ ഇവിടാണ് ആ എറർ അഡ്ജസ്റ്റ് ആയത്. ഇവിടെ 2 എടുത്തപ്പോൾ ഇവിടെ 1 ആയി, ഇവിടെ 11 ആയി, ഇവിടെ 6 ആയി ആൻഡ് ഇവിടെ 5 ആയി. ഇനി ഈ നമ്പേഴ്സിലൊക്കെ ഏതെങ്കിലും നമ്പർ കോമൺ ആയിട്ട് പോവോ? ഒന്നും പോകത്തില്ല. എല്ലാ നമ്പേഴ്സും എങ്ങനത്തെ നമ്പേഴ്സ് ആയി? കോപ്രൈം നമ്പേഴ്സ് ആയി. എന്ന് പറഞ്ഞാൽ ഇനി അതിലൊന്നും കോമൺ ആയിട്ട് ഒന്നുമില്ല. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഡയറക്റ്റ്ലി ഇനി LCM എടുക്കാം. അപ്പൊ LCM എടുക്കാൻ എന്ത് ചെയ്താൽ മതി? ആ എല്ലാ നമ്പർ കൂടി അങ്ങ് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അങ്ങനെയാണെങ്കിൽ 2 × 5 × 2 × എഗെയിൻ ഈ 5 അങ്ങ് എടുക്കാം. സോ 5 × ഇനി ബാക്കിയുള്ളത് ഏതൊക്കെയാ? 6ഉം 11ഉം. സോ 6 × 11. അങ്ങനെയാണെങ്കിൽ 6 × 11 എത്രയാണ്? 66 ആണ്. ഇനി 2 × 5 എത്രയാണ്? 10 ആണ്, 0. വീണ്ടും 2 × 5 എത്രയാണ്? 10 ആണ്, 0. സോ 6600 ആണ് നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്. അപ്പൊ ഒരുപാട് പേര് ഇങ്ങനെ ചെയ്യും, 2 × 5 10, 10 × 2 20, 20 × 11, ഇങ്ങനെ സ്റ്റെപ്പ് കറക്റ്റ് ആയിട്ട് ഓരോന്നോരോന്നായിട്ട് ചെയ്തു വരും. ഓക്കെ, അങ്ങനെയൊക്കെ ചെയ്യല്ലേ. എപ്പോഴും നമ്മൾ ഈ 10 ഒക്കെ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യണം? ആദ്യം തന്നെ ആ 10 ഒക്കെ അങ്ങ് മാറ്റി വെക്കണം, എന്നിട്ടാണ് ചെയ്തു പോകേണ്ടത്. ഇപ്പൊ നമ്മൾ ചെയ്ത പോലെ ആദ്യം തന്നെ നമ്മൾ എന്ത് ചെയ്തു? ആ 10 ഒക്കെ അങ്ങ് മാറ്റി വെച്ചു. 2 × 5, 2 × 5, എന്നിട്ട് ബാക്കിയുള്ളത് സെപ്പറേറ്റ് ചെയ്തിട്ട് അതിന്റെ കൂടെ ആ സീറോസ് നമ്മൾ ഇട്ട് കൊടുക്കുകയാണ് ചെയ്തത്. ഓക്കെ, അപ്പൊ അപ്രോച്ച് ചെയ്യുമ്പോൾ നമ്മുടെ കയ്യിലാണ് നമ്മൾ അതിനെ എങ്ങനെ അപ്രോച്ച് ചെയ്യുന്നു എന്നുള്ളത്. അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ ഡിവിഷൻ മെത്തേഡ്. എല്ലാവരും യൂസ് ചെയ്യുന്ന ഒരു മെത്തേഡാണ് ഡിവിഷൻ മെത്തേഡ്. എല്ലാവർക്കും അത്യാവശ്യം അറിയാവുന്ന ഒരു മെത്തേഡ് കൂടിയാണ് ഡിവിഷൻ മെത്തേഡ്. ഇനി അടുത്തിലേക്ക് നമ്മൾ പോവുകയാണെങ്കിൽ നേരത്തെ നമ്മൾ പറഞ്ഞിരുന്നു 3 മെത്തേഡാണ് ഉള്ളത്. നമ്മൾ പറഞ്ഞിരുന്നു ഒന്ന് നമ്മുടെ ഡിവിഷൻ മെത്തേഡ് ഉണ്ട്. അത് കഴിഞ്ഞാൽ എക്സാമിൽ ഏറ്റവും കൂടുതൽ ചോദിക്കുന്ന ഒരു മെത്തേഡാണ് പ്രൈം ഫാക്ടറൈസേഷൻ. ഓക്കെ, ഇതേ പ്രൈം ഫാക്ടറൈസേഷനെ തന്നെയാണ് HCF ആൻഡ് LCM ഓഫ് പവേഴ്സ് എന്നും പറയുന്നത്. ഓക്കെ, സെയിം പ്രൈം ഫാക്ടറൈസേഷനെ തന്നെയാണ് HCF ആൻഡ് LCM ഓഫ് പവേഴ്സ് എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ HCF ഓഫ് പവേഴ്സ് എന്ന് പറഞ്ഞാൽ ദ പ്രൊഡക്റ്റ് ഓഫ് ദ ലീസ്റ്റ് പവേഴ്സ് ഓഫ് കോമൺ ഫാക്ടർ. കോമൺ ആയിട്ടുള്ള ഫാക്ടറിന്റെ ഏറ്റവും ചെറിയ പവറിനെ എടുക്കുകയാണ് HCF ചെയ്യുമ്പോൾ നമ്മൾ ചെയ്യുന്നത്. അതേ സ്ഥലത്ത് LCM എന്ന് പറഞ്ഞാൽ ദ പ്രൊഡക്റ്റ് ഓഫ് ദി ഹയസ്റ്റ് പവർ ഓഫ് ഓൾ ദി ഫാക്ടേഴ്സ്. LCM എടുക്കുമ്പോൾ എന്ത് ചെയ്യണം? എല്ലാ ഫാക്ടേഴ്സിന്റെ, അത് കോമൺ ഉണ്ടാവണമെന്ന് നിർബന്ധമൊന്നുമില്ല, എല്ലാ ഫാക്ടേഴ്സിന്റെയും ഏറ്റവും ഹയസ്റ്റ് പവർ എടുക്കുക. അതാണ് LCM എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ശ്രദ്ധിക്കുക, HCF എന്ന് പറയുമ്പോൾ അവിടെ കോമൺ ഉള്ള ഫാക്ടേഴ്സിനെ മാത്രം ഏറ്റവും ചെറിയ പവർ എടുക്കുക. ഏറ്റവും ചെറിയത് കോമൺ ഉള്ള ഫാക്ടേഴ്സിനെ മാത്രം. പക്ഷെ LCM എന്ന് പറയുമ്പോൾ എന്താണ്? എല്ലാ ഫാക്ടേഴ്സിന്റെയും, ഓക്കെ, ഓൾ ഫാക്ടേഴ്സിന്റെയും ഏറ്റവും വലിയ പവർ ഇനി എടുക്കുക. അതാണ് LCM എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് അതൊന്ന് ചെയ്ത് മനസ്സിലാക്കാം.
അപ്പോൾ നമുക്ക് ഫൈൻഡ് ദി HCF ആൻഡ് LCM ഓഫ് 8 and 12. നമ്മൾ ഓൾറെഡി നേരത്തെ അത് ഡിവിഷൻ മെത്തേഡ് വെച്ച് ചെയ്തായിരുന്നു. ഇനി ഇതിനെ നമുക്ക് പ്രൈം ഫാക്ടറൈസേഷൻ വെച്ച് നമുക്കൊന്ന് മനസ്സിലാക്കാം. അപ്പൊ ആദ്യം തന്നെ നമ്മൾ ഈ 8നെ പ്രൈം ഫാക്ടറൈസ് ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്കറിയാം 8നെ പ്രൈം ഫാക്ടറൈസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ 8ന്റെ പ്രൈം ഫാക്ടേഴ്സിന്റെ മൾട്ടിപ്പിൾ ആയിട്ട് അതിനെ എഴുതുക എന്നുള്ളതിനെയാണ് ഈ പ്രൈം ഫാക്ടറൈസേഷൻ എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ 8ന്റെ പ്രൈം ഫാക്ടേഴ്സ് ഏതൊക്കെയാണ്? 2 മാത്രമേ ഉള്ളൂ. അങ്ങനെയാണെങ്കിൽ നമ്മൾ അതിന്റെ മൾട്ടിപ്പിൾ ആയിട്ട് അതിനെ എഴുതുവാണെങ്കിൽ 2 × 2 × 2 എന്ന് എഴുതിക്കൂടെ? 2 × 2 4, 4 × 2 8, എല്ലാം എന്താണ്? പ്രൈം നമ്പറും ആണ്. അങ്ങനെയാണെങ്കിൽ 2 × 2 × 2 നമുക്ക് എങ്ങനെ എഴുതാം? 2ന്റെ ക്യൂബ് എന്ന് എഴുതാം. ഇനി അടുത്ത നമ്മൾ 12ലേക്ക് പോകുവാണെങ്കിൽ 12 എന്ന് പറയുമ്പോൾ നമുക്ക് ഇതേപോലെ പ്രൈം ഫാക്ടറൈസ് ചെയ്യുവാണെങ്കിൽ 2 × 2 4, 4 × 3 12 എന്ന് വരും. അങ്ങനെയാണെങ്കിൽ നോക്കിയേ, വീണ്ടും നമ്മൾ എല്ലാം പ്രൈം നമ്പേഴ്സ് മാത്രം വെച്ച് എടുത്തേക്കുവാണ്. ആൻഡ് ഇനി നമ്മൾ അതിനെ ഈ പറഞ്ഞ ഒരു ഫോർമാറ്റിലേക്ക് എഴുതുവാണെങ്കിൽ 2⁻2 × 3⁻1 എന്ന് നമുക്ക് എടുക്കാം. അപ്പൊ നോക്കിയാൽ നമ്മൾ പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്ത് കഴിഞ്ഞു. ഓക്കെ, ഇനി നമുക്ക് എന്തെടുക്കണം? ഇവിടുന്ന് HCFഉം LCMഉം എടുക്കണം. അപ്പൊ അതെങ്ങനെ എടുക്കുന്നതെന്ന് പറഞ്ഞാൽ വളരെ സിമ്പിൾ ആണ്. നമ്മളിപ്പോ നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ് എടുക്കേണ്ടത്. എന്ന് പറഞ്ഞാൽ HCF എടുക്കുന്ന സമയത്ത് നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ അവിടെ കോമൺ ആയിട്ടുള്ള ഫാക്ടർ മാത്രം എടുക്കുക. ഓക്കെ, അപ്പൊ അവിടെ രണ്ടിലും കോമൺ ആയിട്ടുള്ള ഒരേ ഒരു ഫാക്ടർ ഏത് മാത്രമാണ്? 2 മാത്രമാണ്. അപ്പൊ അതെടുക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക? അതിന്റെ ഏറ്റവും ചെറിയ പവർ എടുക്കാനാണ് പറഞ്ഞത് അല്ലെ? അപ്പൊ അതിന്റെ ഏറ്റവും ചെറിയ പവർ ഏതാ? ഇവിടെ 3 ഉണ്ട്, ഇവിടെ 2 ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ഏറ്റവും ചെറിയ പവർ 2 ആണ്. സോ അങ്ങനെയാണെങ്കിൽ 2⁻2 എന്താണ്? 4 ആണ്. നമ്മൾ നേരത്തെ ഇതേ ക്വസ്റ്റ്യൻ ചെയ്തായിരുന്നു. 4 ആയിരുന്നു നമുക്ക് കിട്ടിയ HCF എന്ന് പറഞ്ഞ്. നോക്കിയാൽ 4 എന്ന് കിട്ടി. ഇനി LCM എടുക്കാൻ വേണ്ടി എന്ത് ചെയ്യണം? LCM എടുക്കാൻ വേണ്ടി നിങ്ങൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ അവിടെയുള്ള എല്ലാ ഫാക്ടേഴ്സ് നിങ്ങൾ നേരത്തെ ശ്രദ്ധിച്ചാണ്, ഓൾ ഫാക്ടേഴ്സിന്റെ ഹയസ്റ്റ് പവർ. അങ്ങനെയാണെങ്കിൽ അവിടെ ഏതൊക്കെ ഫാക്ടേഴ്സ് ഉണ്ട്? 2 ഉണ്ട്, 3 ഉണ്ട്. ഇനി ആ എല്ലാ ഫാക്ടറിന്റെയും ഹയസ്റ്റ് പവർ എടുക്കുക. 2ന്റെ ഏറ്റവും വലിയ പവർ ഏതാ അവിടെ ഉള്ളത്? 3 അല്ലേ? അതുപോലെ 3ന്റെ ഏറ്റവും വലിയ പവർ എത്ര ഉള്ളത്? 1 അല്ലേ? അത് കോമൺ ആയിരിക്കണമെന്നൊന്നുമില്ല. എല്ലാ ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ കോമൺ ആയിരിക്കണം നിർബന്ധമില്ല. HCF വരുമ്പോൾ മാത്രം കോമൺ നോക്കിയാൽ മതി. അങ്ങനെയാണെങ്കിൽ 2ന്റെ ക്യൂബ് എത്രയാണ്? 8 അല്ലേ? അപ്പൊ അങ്ങനെയാണെങ്കിൽ 2ന്റെ ക്യൂബ് 8, 8 × 3 നമുക്ക് എത്ര വരും? 24 എന്ന് വരും. നമ്മൾ നേരത്തെ ചെയ്തപ്പോൾ നമുക്ക് എത്ര ആയിരുന്നു കിട്ടിയിരുന്നത്? 24 അല്ലേ കിട്ടിയിരുന്നത്? നോക്കിയേ, 24 വന്നില്ലേ? അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്യുന്നത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് നേരത്തെയൊക്കെ എക്സാമിലൊക്കെ ചോദിച്ചിട്ടുള്ള പോലത്തെ കുറച്ച് ക്വസ്റ്റ്യൻസിൽ നമുക്ക് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. നോക്കിയേ, ഒരു വലിയ ക്വസ്റ്റ്യൻ ഉണ്ട്. ഇഫ് P = 2⁻3 × 3⁻10 × 5 and Q = 2⁵5 × 3 × 7, ഫൈൻഡ് ദി HCF ആൻഡ് LCM എന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ അതേ മെത്തേഡ് യൂസ് ചെയ്യാം. ആദ്യം തന്നെ നമ്മൾ HCF എടുക്കുകയാണെങ്കിൽ ആദ്യമേ രണ്ടിലും കോമൺ ഉള്ള ഫാക്ടേഴ്സ് മാത്രം എടുക്കും. അപ്പൊ രണ്ടിലും കോമൺ ഉള്ള ഫാക്ടേഴ്സ് ഏതൊക്കെയാണ്? രണ്ടിലും 2 ഉണ്ട്, ഇവിടെയും 2 ഉണ്ട്, ഇവിടെയും 2 ഉണ്ട്. രണ്ടിലും എന്തുണ്ട്? 3 ഉണ്ട്. സോ രണ്ടിലും 3 ഉണ്ട്, നമ്മൾ അതും എടുത്തു. ഇനി 5 രണ്ടിലുണ്ടോ? ഇല്ല. 7 രണ്ടിലും ഉണ്ടോ? ഇല്ല. സോ അവിടെ വെച്ച് നിർത്താം. ഇനി എന്ത് ചെയ്യുക? ഈ കോമൺ ഉള്ള ഫാക്ടേഴ്സിന്റെ ഏറ്റവും ചെറിയ പവർ. അങ്ങനെയാണെങ്കിൽ 2ന്റെ ഏറ്റവും ചെറിയ പവർ ഏതാ? ഇവിടെ 2⁻3 ആ ഉള്ളത്, ഇവിടെ 2⁵5 ഉണ്ട്. അങ്ങനെയാണെങ്കിൽ 2⁻3 ആണ് ഏറ്റവും ചെറിയ പവർ. ഇനി 3ലേക്ക് വന്നാൽ ഏറ്റവും ചെറിയ പവർ എവിടെ ഉള്ളത്? ഇവിടെ 3⁻10 ആണ്, ഇവിടെ 3⁻1 ആണ്. അങ്ങനെയാണെങ്കിൽ 3⁻1 ആണ് നമ്മുടെ ഏറ്റവും ചെറിയ പവർ എന്ന് പറഞ്ഞാൽ എന്റെ HCF എന്ന് പറഞ്ഞാൽ എന്താ? 2⁻3 × 3⁻1. എന്റെ ആൻസർ നമുക്ക് തരുന്നതും അങ്ങനെ തന്നെ ആയിരിക്കും. നമ്മൾ അതിനെ പവർ എടുത്ത് മൾട്ടിപ്ലൈ ചെയ്ത് അതിനെ നമ്പർ ആക്കേണ്ട ആവശ്യമില്ല, ലൈക്ക് പ്രോപ്പർ ആൻസർ ആക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ ആൻസർ തരുന്ന ഇത് പ്രീവിയസ് ക്വസ്റ്റൻ, ഇതിന്റെ ഓപ്ഷൻസ് ആൻസേഴ്സ് തരുന്നതും ഇതേ ഫോർമാറ്റിലാണ് തരുന്നത്. ഇനി LCM ഒന്ന് എടുക്കാം. LCM എടുക്കുമ്പോൾ എന്താ പറഞ്ഞിരുന്നത്? അവിടെ ഉള്ള എല്ലാ ഫാക്ടേഴ്സും എടുക്കണം. അങ്ങനെയാണെങ്കിൽ അവിടെ എന്തൊക്കെയുണ്ട്? 2 ഉണ്ട്, 3 ഉണ്ട്, പിന്നെ ഇതാ ഉള്ളത് ഇവിടെ 5 ഉണ്ട്, ആൻഡ് അവിടെ ഏതുണ്ട്? 7 ഉണ്ട്. എല്ലാ ഫാക്ടേഴ്സും എടുത്തു. ഇനി എല്ലാത്തിന്റെയും ഏറ്റവും വലിയ പവറും എടുക്കണം. അങ്ങനെയാണെങ്കിൽ 2യുടെ ഏറ്റവും വലിയ പവർ ഏതാ അവിടെ ഉള്ളത്? 5 അല്ലേ? 3യുടെ ഏറ്റവും വലിയ പവർ ഏതാ ഉള്ളത്? 10 ആണ്. 5ന്റെ ഏറ്റവും വലിയ പവർ എത്ര ഉള്ളത് അവിടെ? 1 ആണ്. ആൻഡ് 7ന്റെ ഏറ്റവും വലിയ പവർ ഏതാ ഉള്ളത്? 1 ആണ്. നോക്കിയേ, എല്ലാ പവേഴ്സും കിട്ടിയില്ലേ നമുക്ക്? അപ്പോൾ നോക്കിയേ, നമ്മൾ വേറെ എക്സ്ട്രാ സ്റ്റെപ്പ് ഒന്നും ചെയ്തിട്ടില്ല. നമ്മൾ ജസ്റ്റ് ഡയറക്ട്ലി നോക്കി ആൻസർ എഴുതിയതേ ഉള്ളൂ. അപ്പൊ എങ്ങനെയാണ് എടുത്തു പോകുന്നത് നിങ്ങൾ ക്ലിയർ ആയി കാണും. HCF എടുക്കുന്ന സമയത്ത് അവിടെ കോമൺ ആയിട്ടുള്ള നമ്പേഴ്സ് മാത്രം എടുക്കുക, എന്നിട്ട് അതിന്റെ ഏറ്റവും ചെറിയ പവർ എഴുതിയെടുക്കുക. LCM ചോദിക്കുവാണെങ്കിലോ അവിടെയുള്ള എല്ലാ ഫാക്ടേഴ്സും എടുക്കുക, എന്നിട്ട് അതിലെ അതാത് ഫാക്ടേഴ്സിന്റെ ഏറ്റവും വലിയ പവറോടെ ഏതാ ഉള്ളത് അതെടുക്കുക. നമുക്ക് അടുത്ത കുറച്ചുകൂടെ ഒരു വലിയ ക്വസ്റ്റൻ ഉണ്ട്. ഇതൊരു പ്രീവിയസ് ക്വസ്റ്റൻ, നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ 3 എണ്ണം വരുമ്പോൾ വളരെയധികം ശ്രദ്ധിച്ചു ചെയ്യണം. അവിടെയാണ് ഏറ്റവും കൂടുതൽ തെറ്റുന്നത്. അപ്പൊ നമ്മൾ HCF എടുക്കുകയാണെങ്കിൽ നമുക്ക് ഈ 3ലും കോമൺ ഉള്ള നമ്പർ എടുക്കാം.
അപ്പോൾ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ 2 ഇവിടെ ഉണ്ട്, 2 ഇവിടെയും ഉണ്ട്, 2 ഇവിടെയും ഉണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ആ 2 എടുക്കാം. ഇനി അടുത്ത 3ലേക്ക് പോവുകയാണെങ്കിൽ 3 ഇവിടെ ഉണ്ട്, 3 ഇവിടെ ഉണ്ട്, 3 ഇവിടെയും ഉണ്ട്, 3ലും 3 ഉണ്ട്. സോ 3 എടുക്കാം. ഇനി അടുത്ത നമ്പറിലേക്ക് പോവുകയാണെങ്കിൽ 7 ഇവിടെ ഉണ്ട്, 7 ഇവിടെയും ഉണ്ട്, പക്ഷെ 7 എവിടെ ഇല്ല, ഇവിടെ ഇല്ല, അപ്പൊ എടുക്കാൻ പറ്റത്തില്ല. ഇനി 5 എടുക്കാനാണെങ്കിലോ 5 ഇവിടെ ഉണ്ട്, 5 ഇവിടെ ഉണ്ട്, 5 ഇവിടെ ഇല്ല, സോ 5 എടുക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഇതാണ് ശ്രദ്ധിക്കേണ്ടത്. ഒരുപാട് പേര് എന്ത് ചെയ്യും, പെട്ടെന്ന് ആ 7 5 അറിയാതെ കയറി എടുക്കാം. അപ്പൊ അത് ശ്രദ്ധിച്ചോണം. ഇനി നമുക്ക് എന്തുകൂടി ചെയ്യണം, പവർ കൂടി എടുക്കാറുണ്ട്. അപ്പൊ അങ്ങനെയാണെങ്കിൽ 2യുടെ ഏറ്റവും ചെറിയ പവർ എത്ര ഇവിടെ ഉള്ളത്, ഇവിടെ 2⁵5 ഇവിടെ 2⁵5 ഇവിടെ 2⁵3 ആണ്. അങ്ങനെയാണെങ്കിൽ ഏറ്റവും ചെറിയ പവർ ഏതാണ്, 3 ആണ്. ഇനി 3ലേക്ക് വന്നാലോ, ഇവിടെ 3�7 ഉണ്ട്, ഇവിടെ 3�3 ഉണ്ട്, ഇവിടെ 3 എത്രയേ ഉള്ളൂ, 1 ഉള്ളൂ. അങ്ങനെയാണെങ്കിൽ ഏറ്റവും ചെറിയ പവർ ഏതാണ്, 1 ആണ്. നോക്കിയേ, HCF കിട്ടിയില്ല. അപ്പൊ വലിയൊരു ക്വസ്റ്റ്യനാണ്. പക്ഷെ നമുക്ക് ഡയറക്റ്റ്ലി ആൻസർ എഴുതിയേക്കാണ്. ആൻഡ് എക്സാമിൽ നമുക്ക് ഈ HCF LCM രണ്ടും ചോദിക്കത്തില്ല, ഏതെങ്കിലും ഒന്നേ ചോദിക്കത്തുള്ളൂ. നമ്മളിപ്പം ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ രണ്ടും എടുത്തേക്കുന്നത്. ഇനി LCM എടുക്കുമ്പോൾ എന്ത് ചെയ്യണം, അവിടെ ഉള്ള എല്ലാ ഫാക്ടേഴ്സും എടുക്കണം. സോ അവിടെ എന്തൊക്കെ ഉണ്ടായിരുന്നു, 2 ഉണ്ടായിരുന്നു, 3 ഉണ്ടായിരുന്നു, 5 ഉണ്ടായിരുന്നു, 7 ഉണ്ടായിരുന്നു. സോ നമ്മൾ എല്ലാ ഫാക്ടേഴ്സും എടുത്തു. ഇനി എന്ത് ചെയ്യുക, അതാതിന്റെ ഏറ്റവും വലിയ പവർ എടുക്കുക. അങ്ങനെയാണെങ്കിൽ 2⁵5 2⁵5 2⁵3 ഏറ്റവും വലിയ പവർ ഏതാ, 2ന്റെ 5 ആണ്. 3ലേക്ക് വന്ന ഏറ്റവും വലിയ പവർ ഇവിടെ 3⁻1, ഇവിടെ 3⁻3, ഇവിടെ 3�7 ഉണ്ട്. അങ്ങനെയാണെങ്കിൽ 7 ആണ് അവിടെ എടുക്കുന്നത്. ഇനി അടുത്തിലേക്ക് വന്നാൽ നമുക്ക് 5 നോക്കുകയാണെങ്കിൽ ഇവിടെ 5 ഇല്ല, പക്ഷെ ഇവിടെ 5 ഉണ്ട്, പക്ഷെ ഇവിടെ 5ന്റെ ക്യൂബാ ഉള്ള, ഇവിടെ 5ന്റെ സ്ക്വയറേ ഉള്ളൂ. അങ്ങനെയാണെങ്കിൽ നമ്മൾ 5ന്റെ ക്യൂബ് ആയിരിക്കും എടുക്കുന്നത്. ആൻഡ് ലാസ്റ്റ് വൺ 7ലേക്ക് വന്നാൽ ഇവിടെ 7ന്റെ സ്ക്വയറും ഇവിടെ 7ന്റെ ക്യൂബും. അപ്പൊ അങ്ങനെയാണെങ്കിൽ അവിടെ ഏറ്റവും വലിയ പവർ എന്ന് പറയുന്നത് ക്യൂബാണ്. സോ 7ന്റെ ക്യൂബും. നോക്കിയേ, നമ്മൾ ഡയറക്ട്ലി അതിന്റെ ആൻസർ ആണ് എഴുതിയേക്കുന്നത്. അപ്പൊ ജസ്റ്റ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്പേഴ്സ് പിക്ക് ചെയ്യുക, അതിന്റെ ഏറ്റവും വലിയ പവർ ആണോ, ഏറ്റവും ചെറിയ പവർ ആണോ, കോമൺ ഉള്ളതാണോ അല്ലാത്തയാണോ എന്നുള്ളത് നോക്കി എല്ലാം എടുത്ത് ജസ്റ്റ് എഴുതിയാൽ മാത്രം മതി, നമുക്ക് ആൻസർ കിട്ടും. ആൻഡ് അടുത്തൊരു ക്വസ്റ്റ്യൻ. ഇപ്പൊ ഇതേപോലത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ വരുമ്പം ഈ ക്വസ്റ്റ്യൻസ് ആക്ച്വലി കുറച്ചുകൂടി എളുപ്പമാണ്, പക്ഷേ ഇതേപോലത്തെ ക്വസ്റ്റ്യൻസ് വരുമ്പോഴാണ് പലരും കൂടുതൽ കൺഫ്യൂസ് ആവുന്നത്. ഇപ്പൊ ഇവിടെ പറയുന്നത് ഇഫ് y ഈസ് എ പ്രൈം നമ്പർ എന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് ദ HCF ആൻഡ് LCM ഓഫ് y⁻18 y⁻24 y⁻36? അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്കവിടെ HCFും LCMും എടുക്കണം. അപ്പൊ കുറച്ച് പേരെങ്കിലും ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ അവിടെ മൈൻഡിൽ ആദ്യമെങ്കിലും അറിയാതെങ്കിലും വരുന്നൊരു കാര്യമുണ്ട്, ആ പവറായ 18ഉം 24ഉം 36ന്റെയും HCF LCM എടുക്കണം എന്ന് പലരുടെയും മൈൻഡിൽ വരാറുണ്ട്. നമ്മൾ ഇതിന് മുമ്പുള്ള ക്വസ്റ്റ്യൻ ഒക്കെ ചെയ്തപ്പം നമ്മൾ ഏതെങ്കിലും നമ്പറുടെ മേലുള്ള പവറിന്റെ HCF LCM എടുത്തായിരുന്നോ? ഇല്ലല്ലോ. നമ്മൾ എന്താ ചെയ്തത്, ഏറ്റവും വലിയ പവർ ഏതാ, ഏറ്റവും ചെറിയ പവർ ഏതാന്നല്ലേ നോക്കിയുള്ളൂ. പക്ഷെ എന്തുകൊണ്ടോ ക്വസ്റ്റിനെ ഇതേപോലെ നമ്പർ തരാതെ Xോ Yോ ഇട്ട് തരുന്ന സമയത്ത് പലർക്കും വരുന്ന ഒരു കൺഫ്യൂഷൻ ആണ്, നമുക്ക് അതിനെ ആ ഒരു തന്നേക്കുന്ന പവറിന്റെ HCF എടുക്കണം, പവറിന്റെ LCM എടുക്കണം എന്ന് വിചാരിക്കാറുണ്ട്. അങ്ങനെ വിചാരിക്കില്ല, കംപ്ലീറ്റ്ലി തെറ്റാണ്. നമ്മൾ ശരിക്കുള്ള നമ്പർ വരുമ്പോൾ അങ്ങനെ ചെയ്യാറില്ല. ഓക്കെ, അപ്പൊ അത് അറിഞ്ഞിരിക്കുക. അങ്ങനെയാണെങ്കിൽ എന്താ ചെയ്യേണ്ടത്, ഇപ്പൊ അവിടെയുള്ള ഫാക്ടർ ഏതാ, Y ആണ് അവിടെയുള്ള ഫാക്ടർ. LCM ആണെങ്കിൽ അവിടെയുള്ള ഫാക്ടർ ഏതാ, Y മാത്രമേ ഉള്ളൂ, അതാണ് ഫാക്ടർ. ഇനി HCF ആണെങ്കിൽ എന്ത് ചെയ്യണം, അവിടുത്തെ ഏറ്റവും ചെറിയ പവർ എടുക്കണം. അങ്ങനെയാണെങ്കിൽ അവിടുത്തെ ഏറ്റവും ചെറിയ പവർ ഏതാ, 18 ആണ്, കഴിഞ്ഞു. ഇനി LCM ആണെങ്കിൽ എന്ത് ചെയ്യണം, അവിടുത്തെ ഏറ്റവും വലിയ പവർ എടുക്കണം. അവിടുത്തെ ഏറ്റവും വലിയ പവർ ഏതാ, 36 ആ, കഴിയും. അത്രേ ഉള്ളൂ. ഓക്കെ, അപ്പൊ ഇതേപോലത്തെ ക്വസ്റ്റ്യൻസ് വന്നാൽ ആക്ച്വലി ഇതേപോലത്തെ ക്വസ്റ്റ്യൻസ് ആണ് ഏറ്റവും സിമ്പിൾ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. പക്ഷേ പലർക്കും ഒരു ഡൗട്ട് വരുന്നത് ഇവിടെ വരുമ്പോഴാണ്. പലരും എന്ത് ചെയ്യാറുണ്ട്, ആ പവറിന്റെ എല്ലാം കൂടി LCM HCF ഒക്കെ എടുത്തിട്ട് ആൻസർ മാർക്ക് ചെയ്യാറുണ്ട്. അപ്പൊ അങ്ങനെ ഒന്നും ചെയ്യാതിരിക്കുക. ഓക്കെ, അതൊക്കെ തെറ്റായിരിക്കും. ഒരുപാട് പേരും ചെയ്യുന്നതാണ്. ഇവിടുന്ന് ഈ പറഞ്ഞ 18ഉം 24ഉം 36ന്റെയും എന്താ പറയാ ഈ HCF എടുത്തിട്ട് ആൻസർ പോയി y⁻6 എന്ന് മാർക്ക് ചെയ്യും. അതുകൊണ്ട് അവിടെ ആ ഒരു 18ഉം 24ഉം 36ന്റെയും ഒരു HCF എന്ന് പറഞ്ഞാൽ 6 വരും. അപ്പൊ അങ്ങനെയാണെങ്കിൽ അത് 6 ആയിട്ട് ആൻസർ അങ്ങ് മാർക്ക് ചെയ്യും. അപ്പൊ എന്നിട്ട് ഇവിടെ വന്ന് y⁻6 എന്ന് അങ്ങ് മാർക്ക് ചെയ്യും. അങ്ങനെ എടുക്കുകയും ചെയ്യില്ല, അത് കംപ്ലീറ്റ്ലി തെറ്റായിരിക്കും. ഓക്കെ അല്ലേ? നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക, നിങ്ങൾ അതിനൊരു നമ്പർ വെച്ച് അങ്ങ് റീപ്ലേസ് ചെയ്താലും മതി. ഈ y is a പ്രൈം നമ്പർ എന്നല്ല പറഞ്ഞിരിക്കുന്നത്, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു പ്രൈം നമ്പർ വിചാരിച്ചു, എന്നിട്ട് അതിനെ ആ രീതിയിൽ എടുക്കുക. 3⁻18 3⁻24 3⁻36 എന്ന് എടുക്കുക, എന്നിട്ട് ആലോചിച്ചാലും മതി. അപ്പൊ ചിലപ്പോൾ കൺഫ്യൂഷൻ കുറച്ചുകൂടി കുറവായിരിക്കും. ഓക്കെ, പക്ഷേ എനിവേസ് പറഞ്ഞ കാര്യം മറന്നുപോലെ ഒരിക്കലും പവേഴ്സിന്റെ HCF LCM കയറി എടുക്കല്ലേ. പവർ വരുന്ന സമയത്ത് നമ്മൾ HCF LCM എടുക്കുന്നത് എങ്ങനെയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് ആ തന്നേക്കുന്ന നമ്പേഴ്സിന്റെ വലിയ പവറാണോ ചെറിയ പവറാണോ എന്നുള്ളത് മാത്രം നോക്കിയെടുക്കാം. ഓക്കെ അല്ലേ? അപ്പോൾ ഈ ഒരു സെഷനിൽ നമ്മൾ HCF LCMന്റെ ഫസ്റ്റ് ക്ലാസ് ആയിരുന്നു. ഏറ്റവും ബേസിക് ആയിട്ടുള്ള HCF LCMന്റെ ആ ഒരു എന്താ പറയുക ഡിവിഷൻ മെത്തേഡും അതുപോലെ തന്നെ നമ്മുടെ പ്രൈം ഫാക്ടറൈസേഷൻ
ഫാക്ടറൈസേഷൻ മെത്തേഡാണ് നമ്മൾ നോക്കിയത്. ഇനി നമുക്ക് ഇതിൻ്റെ അകത്ത് കുറേ ഡിവിഷൻ മെത്തേഡ് നോക്കാനുണ്ട്. അതുപോലെ പിന്നെ നമുക്ക് വേറെ ഒരുപാട് കൺസെപ്റ്റും റിലേഷൻഷിപ്പും അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ നോക്കാനുണ്ട്. അപ്പോൾ അതൊക്കെ നമ്മൾ ഇനി അടുത്ത വരുന്ന ക്ലാസ്സിലായിരിക്കും ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് കൂടുതൽ ഡീറ്റെയിൽസും ഇതിൻ്റെ കൂടുതൽ കൺസെപ്റ്റുമായിട്ട് വരുന്ന ക്ലാസ്സിൽ വീണ്ടും മീറ്റ് ചെയ്യാം. താങ്ക്